ലോഡ് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലൂടെ ഉള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത്. കേൾവിക്കാരായ നിങ്ങൾക്കൊക്കെയും അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്തുണ്ട്? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നു ദൈവകൃപയാൽ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ആമേൻ ആമേൻ. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവ് കൊണ്ടുവന്ന വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ കർത്താവേ. നിന്റെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങ് കൊണ്ടുവന്ന വിധങ്ങളും ഒക്കെ സംസാരിപ്പാനുള്ള എല്ലാ കൃപയും കർത്താവ് നിന്റെ ദാസിയുടെ മേൽ പകർന്നാട്ട് കർത്താവേ, കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാനും അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനും പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് സമ്പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിസ്റ്റർ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് മസ്കറ്റിന്റെ പ്രദേശത്ത് നിന്നാണ്. ഞാനിപ്പോൾ കുടുംബമായിട്ട് ഞങ്ങളിവിടെ മസ്കറ്റിലായിരിക്കുന്നു. മസ്കറ്റിൽ ഒരു സഭയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുകയും ദൈവികമായ ഗൈഡൻസിനനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഞാൻ ഇനിയുള്ള സമയം സിസ്റ്റർ നൽകി തരികയാണ് ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ളത്. ദേവദാസി അത് ഉപയോഗിച്ചാട്ട്. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവിക അധികാരത്തിൻ്റെ കീഴിലും ഞാൻ ആയിരിക്കുന്ന ഈ ദൈവ ശുശ്രൂഷയുടെ അധികാരത്തിൻ്റെ കീഴിലും എന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് എന്നിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ചെറിയ സാക്ഷ്യത്തിലേക്ക് ഒരു ദൈവസഭയുടെ മുമ്പാകെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവം ഏവരെയും, ഈ കേൾക്കുന്ന ഓരോ ദൈവജനത്തെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ, അനേക സാക്ഷ്യങ്ങൾക്ക് കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാനൊരു വചനം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 16:33 നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് ഏവർക്കും രക്ഷയിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ സകല മക്കൾക്കും ഒരു കർത്താവിൻ്റെ സമാധാനത്തെ നൽകിക്കൊണ്ടാണ് കർത്താവ് തൻ്റെ സകല പ്രവർത്തനങ്ങളിലും മുന്നോട്ട് നീങ്ങുന്നതെന്നുള്ളത് നമ്മൾക്ക് ബൈബിൾ ഉടനീളം മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ദൈവജനത്തിന് ഈ സമാധാനം ദൈവം നൽകിയിരിക്കുന്നത്? ഈ ലോകത്തിൽ ആ സമാധാനം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം ഏവരും മുന്നോട്ട് കടന്നു പോകുന്നതെന്നുള്ളത് നാം വളരെ പ്രത്യേകമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഫിലിപ്പിയറിലും അതിനോട് ചേർന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പം കഷ്ടം അനുഭവിക്കുക എന്നത് ഒരു വരം ആണ് എന്ന് ദൈവാത്മാവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഇടപെടുകയാണ്. ഞാനൊരു ഇൻട്രഡക്ഷൻ എന്തിനാണ് ഇങ്ങനെ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ തുടക്കവും ഇപ്പോഴുള്ള അവസ്ഥകളിലും നോക്കുമ്പോൾ ദൈവത്തെ സ്വന്തം നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അറിയുന്ന ഒരവസ്ഥയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും
യഥാർത്ഥമായ രക്ഷകന്റെ ആ ഒരു കൈക്കീഴിലോട്ട് പണിയപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന വ്യത്യാസവും വ്യക്തമായി മനസ്സിലാക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അതെന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്തതാണ്. പൂർണ്ണമായി ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു വാക്കുപോലും മാനുഷികമായി എൻ്റെ വായിൽ നിന്ന് വീഴാതിരിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വീണ്ടും എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഏക മകളാണ് എൻ്റെ പിതാവിനും മാതാവിനും. ഞങ്ങൾ ചെങ്ങന്നൂർ കോഴഞ്ചേരി സൈഡിലാണ്. എൻ്റെ പിതാവ് ചെങ്ങന്നൂരും എൻ്റെ മാതാവ് കോഴഞ്ചേരിയുമാണ്. പക്ഷെ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് കൊല്ലം ദേശത്താണ്. എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കൊല്ലത്തായിരിക്കാൻ ദൈവം ഇടയാക്കി. ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം കൊല്ലത്താണ്. കൊല്ലത്തൊരു കോൺവെൻറ്റ് സ്കൂളിൽ എൻ്റെ സ്കൂളിംഗ് ഞാൻ ചെയ്യുവാൻ ഇടയായി. തുടർന്ന് എൻ്റെ കോളേജ് പഠനം മുഴുവൻ SN വിമൻസ് കോളേജിലായിരുന്നു ഡിഗ്രി വരെ ഞാൻ ചെയ്യാനിടയായത്. എന്നാൽ ഈ ഒരു കാലയളവിൽ ഞങ്ങൾ യാക്കോബായ വിശ്വാസത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെടുകയും ആ ഒരു വളരെ ചിട്ടയോടും ആദർശത്തോടുമുള്ള ഒരു ജീവിത ശൈലിയിൽ ആത്മീയമായിട്ട് വളരെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞങ്ങളായിരുന്നത്. ആ കുടുംബ പശ്ചാത്തലത്തിൽ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ അടങ്ങുന്ന ചില കുടുംബ പശ്ചാത്തലം തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിൽ എൻ്റെ മാതാവിൽ ഉണ്ടായ ചെറിയ ചില വ്യത്യാസങ്ങളാണ് ഞങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ കൂടുതലായിട്ട് കാരണമാകുവാൻ ദൈവം വഴിയൊരുക്കിയത്. എൻ്റെ മാതാവിന് ഒരേ ഒരു ബ്രദറേ ഉള്ളൂ. അദ്ദേഹം ഗൾഫിൻ്റെ പ്രദേശങ്ങളിൽ വളരെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ശാരീരികമായ ചില രോഗാവസ്ഥകളാൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള വളരെ അഭേദ്യമായ സ്നേഹം മൂലം എൻ്റെ മമ്മി എങ്ങനെ ഈ രോഗത്തിനൊരു സൗഖ്യം കണ്ടെത്താം, വൈദ്യന്മാരാൽ അന്വേഷിച്ചപ്പോൾ യാതൊരു താൽക്കാലികമായ ചില കുറ്റങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ അതിനകത്ത് വരുത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥനയിൽ ആശ്രയം വെച്ചു. പക്ഷെ പ്രാർത്ഥനയിൽ ആശ്രയം വെച്ചാലും പ്രത്യക്ഷത്തിൽ ഞങ്ങളായിരിക്കുന്ന യാക്കോബ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വിടുതലിൻ്റെ ശുശ്രൂഷകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അന്ന് അറിവിലുണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷത്തിൽ അവിചാരിതമായിട്ട് വെളിയിൽ നിന്ന് വാങ്ങിയ സാധനം പൊതിഞ്ഞുകൊണ്ടുവന്ന ഒരു പേപ്പർ, ഒരു നോട്ടീസായിരുന്നു. ആ നോട്ടീസ് പേപ്പറിൽ ലഭിച്ച സാധനത്തിൻ്റെ ഒരു ടൈറ്റിലാണ് എൻ്റെ മദറിനെ വേഗത്തിൽ അതിലേക്ക് ശ്രദ്ധിക്കുവാൻ കാരണമാക്കിയത്. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും. വേഗത്തിൽ ഒരു യാക്കോബ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഞങ്ങളിലേക്ക് ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണം തോന്നി. അപ്പോഴും ഈ ആങ്ങളെ കുറിച്ചുള്ള ഒരു ഭാരമാണ് മാതാവിനെ അലട്ടിയിരുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു രോഗശാന്തി, വചനപ്രഘോഷണം എന്നുള്ളതല്ല അന്നേരവും ടച്ച് ചെയ്യുന്നത്, ഈ ഒരു രോഗശാന്തി ശുശ്രൂഷയിലേക്ക് ഒന്ന് കടഞ്ഞു ചെന്നാൽ എൻ്റെ ആങ്ങളയ്ക്ക് ഒരു സൗഖ്യം കിട്ടുമെങ്കിൽ അതാകുമല്ലോ എന്ന് കരുതി എൻ്റെ പിതാവിനോട് അനുവാദം ചോദിക്കുവാനും, എൻ്റെ പിതാവിൻ്റെ മാതാവ് വന്നുണ്ട്. പക്ഷെ മാതാവ് വളരെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഒരാളായതുകൊണ്ട് അനുവാദം കിട്ടുമോ എന്ന് തന്നെ ഒരു ഭയമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ ദൈവം ചില വഴികളെ അവിടെ ഓപ്പൺ ആക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മനസ്സില്ലാ മനസ്സോടാണെങ്കിലും എൻ്റെ പിതാവ് പൂർണ്ണമായിട്ട് സമ്മതിച്ചെങ്കിലും എൻ്റെ അമ്മച്ചി ഒരു മുക്കാ പങ്ക് മനസ്സിൽ നിന്നിട്ടാണ് ഇതിന് അനുവാദം കൊടുക്കുന്നത്. കിട്ടിയ അനുവാദത്തിൽ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് എൻ്റെ മാതാവ് ഓടുകയായിരുന്നു. ഈ പ്രാർത്ഥനയിൽ ആവേശത്തോടെ ചെല്ലുന്ന അന്ന് എന്തോ ഒരു സംഗതി ലഭിച്ച് മടങ്ങി വരാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഓടിപ്പോകുന്നത്. പക്ഷെ പോയതുപോലെ ഒരാളല്ല മടങ്ങി വന്നത്. ഞാൻ വൈകുന്നേരം കോളേജിൽ നിന്ന് വരുമ്പോൾ, എൻ്റെ പപ്പ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വളരെ ആവേശത്തോടെ മമ്മി ആയിരിക്കുന്നത് കാണുവാനിടയായി. പക്ഷെ ആ ആവേശത്തോടെ കാണുമ്പോഴും ദൈവസന്നിധിയിൽ ഞങ്ങളോട് പറയുന്നത്, ഞാൻ രോഗശാന്തിക്ക് വേണ്ടി പോയി, പക്ഷേ രോഗശാന്തി അല്ല,
രക്ഷകനെ ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നെ ദൈവം മനസ്സിലാക്കുവാൻ ഇടയായി. അപ്പോസ്തല പ്രവൃത്തി 4:12 അവിടെ വചനം പ്രഘോഷിച്ചപ്പോൾ അതെൻ്റെ ഉള്ളത്തിൽ തീ കത്തി. ഞാനത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്കത് പ്രത്യേക അനുഭവമായിരുന്നു. മറ്റൊരുവനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറഞ്ഞു തീരുമ്പോൾ തന്നെ നാളുകളായി എൻ്റെ ഉദരത്തിൽ ആയിരുന്ന ഒരു വേദനയുടെ രോഗ അസ്വസ്ഥത പെട്ടെന്ന് ഉയർന്നു പൊങ്ങുകയും ഞാൻ അറിയാതെ നിലവിളിച്ചു പോകുന്ന നിലവാരത്തിൽ ആ വേദന ഉയർന്നു വന്ന് എന്തെന്നില്ലാത്ത രീതിയിൽ അത് മാറിപ്പോവുകയും ചെയ്തു. എനിക്ക് അവിടെ വെച്ച് വലിയ ഒരു സൗഖ്യം. അന്ന് എൻ്റെ മാതാവ് പറഞ്ഞു, ഒരു കുഞ്ഞ് ഉദരത്തിൽ മൂവ് ചെയ്താൽ എങ്ങനെയാണോ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നതുപോലെ അടിവയറ്റിൽ നിന്ന് ആ വേദന ഉരുണ്ട് പൊങ്ങി ഉറക്കെ നിലവിളിച്ചു പോകുമെന്നുള്ള നിലവാരത്തിൽ ആ വേദന വന്നെങ്കിലും ഞാൻ എൻ്റെ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. കരഞ്ഞ നിമിഷത്തിൽ ആ വേദന ഇല്ലാതെയായി. അത് ഇന്ന് ഈ നാൾ വരെയും ദൈവം കൊടുത്ത ആ ഒരു സൗഖ്യം ആ സൗഖ്യമായി തന്നെ നിലനിൽക്കുവാനിടയായിരിക്കുന്നു. അതായിരുന്നു എൻ്റെ മമ്മിയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഭവം. ഒരു കരസ്മാറ്റിക് മൂവ്മെന്റിലേക്കാണ് ദൈവം ഞങ്ങളെയൊക്കെയും കുടുംബമായിട്ട് യാക്കോബായ അനുഭവത്തിൽ നിന്ന് ആദ്യം കൊണ്ടുപോയത്. എന്നാൽ അവിടെ ഇട്ട് ഒരു ബാലപാഠം പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ ആ ഒരു ബാലപാഠത്തിനകത്ത് ഞങ്ങളെ വളരെ 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 കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും ഇടയായി. വളരെ ആത്മസന്തോഷം ലഭിക്കാൻ തുടങ്ങി. എങ്ങനെ സ്തുതിക്കണമെന്നും ആരാധിക്കണമെന്നും മനസ്സിലാക്കുവാൻ തുടങ്ങി. യാക്കോബായ ചുറ്റുപാടിൽ വളരെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സ്തുതി സ്തോത്ര ആരാധന അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്ന് ദൈവവുമായിട്ട് വേറിട്ടുള്ള ഒരു സംസാരം എന്നൊന്നുമുള്ള ഒരു രീതിയിലുള്ള ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പാട്ടുണ്ട്, കൃത്യമായ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥന ചിട്ടയാണ്, ദൈവകാര്യങ്ങളിലെല്ലാം ഇടപെടേണ്ടതിൻ്റെ ചിട്ടകൾ വളരെ വ്യക്തമായി മുന്നോട്ട് പോയിരുന്നു. എങ്കിലും ഈ രീതിയിൽ ഒരു ആത്മസന്തോഷം ആയിരുന്നില്ല ലഭിച്ചിരുന്നത്. എന്നാൽ ഈ കരസ്മാറ്റിക്കിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മമ്മിയിലൂടെ ദൈവം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ തുടങ്ങി. വീട്ടിനകത്തും എതിർപ്പോടെ നിന്നിരുന്ന അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി ആ ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ നിന്നിരുന്ന അമ്മച്ചിക്ക് പോലും വ്യക്തമായി സ്പഷ്ടമായി കാണത്തക്ക നിലവാരത്തിൽ ചില അടയാളങ്ങൾ ദൈവം ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ ഫാദറിന് ഞാൻ എല്ലാം എനിക്ക് നീട്ടി സത്യത്തിൽ പറയാൻ എൻ്റെ സാക്ഷ്യം പറ്റുകയില്ല. കാരണം പറയണമെങ്കിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ദൈവം ചെയ്തത് വലിയ വലിയ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ അതിനെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ടാക്കി പക്ഷേ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവം ഈ സമയങ്ങളിൽ അവിടെ ലഭിച്ച ഒരു ഗൈഡൻസിനനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനയും വചന ധ്യാനവും കാര്യങ്ങളും എല്ലാം എൻ്റെ മദറിൽ ഒരു ചിട്ടയായിട്ട് ജീവിതത്തിൽ വീണു. ആ വീണത് എന്നെയും ഒത്തിരി സ്പർശിക്കാനിടയായി. ആ സമയത്ത് എൻ്റെ ഫാദറിന് ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുമ്പം കഠിനമായ ആസ്മാറ്റിക് പ്രോബ്ലം വരുമായിരുന്നു. എപ്പോഴും ഇല്ല, പക്ഷെ വന്നാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. എന്തെങ്കിലും ഇപ്പോൾ സംഭവിച്ചു പോകുമോ എന്ന് തോന്നുന്ന നിലവാരത്തിൽ ഫാദർ ആകും തീരുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഓഫീസിൽ നിന്ന് ഫാദർ തിരിച്ചു വരുമ്പം ഞങ്ങളുടെ പോർച്ച് നടന്ന് കയറുമ്പോഴേക്ക് പുള്ളിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കയ്യിലിരുന്ന ഒരു ബാഗും കാര്യങ്ങളും ആംഗ്യം കാണിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞാനും എൻ്റെ മാതാവും കാണുന്നത് ശരീരം മൊത്തത്തിൽ ഇട്ടിരുന്ന ഡ്രസ്സ് സഹിതം നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന, എവിടെങ്കിലും വെള്ളത്തിൽ നനഞ്ഞോ എന്ന് തോന്നുന്ന നിലവാരത്തിൽ, പക്ഷെ ഇങ്ങനെ വാ തുറക്കാൻ ശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വിമിഷ്ടം വരികയാണ്, ശ്വാസം മുട്ടൽ അനുഭവിക്കുകയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ സഹായത്തിൽ പിടിച്ചകത്ത് കയറ്റി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചു. ചേഞ്ച് ചെയ്തിട്ടും
എൻ്റെ മമ്മി സാധാരണ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ പെട്ടെന്ന് പതറിപ്പോകുന്ന ആളാണ്. പക്ഷെ അന്ന് പതറുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ബോൾഡായിട്ട് ബാബുച്ച ഒന്നുമില്ല ഒന്നുമില്ല, സമാധാനമായിട്ടിരുന്നേ, ഇപ്പം പ്രാർത്ഥിക്കാം, ദൈവം ഇപ്പൊ വിടുതൽ തരും. അപ്പോഴും എനിക്കൊരു വെപ്രാളം, മമ്മി എന്താ ഈ കളിക്കുന്നേ എന്ന്. പെട്ടെന്ന് ആ വിളിക്കുന്ന ഡോക്ടറിനെ ഒന്ന് വിളിക്കാം, കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ഒന്ന് കൊടുക്കാം, അതിന് വേണ്ട ഫോൺ നമ്പർ എടുക്കാം. അപ്പോഴും മമ്മി എന്നോട് ചോദിക്കത്തില്ല, ദൈവം വിടുവിക്കും. പക്ഷേ എനിക്ക് അത്രയും ആ സമയത്ത് ഒരു വിശ്വാസം പോരാ. എൻ്റെ പിതാവിൻ്റെ ജീവൻ വെച്ച് കളിക്കാമോ എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെ എല്ലാം അതിശയിപ്പിക്കുമാറ് എൻ്റെ വല്യമ്മച്ചിയും കണ്ടോണ്ട് നിൽക്കുക, അമ്മച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മകൻ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കണ്ട് നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. വേഗത്തിൽ മമ്മി ആ കട്ടിലോട്ട് ചാരി ഇരുത്തിയിട്ട് നെഞ്ചത്തോട്ട് കൈവച്ച് കർത്താവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അന്യഭാഷയിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. മിനിറ്റുകൾ എടുത്തില്ല സിസ്റ്ററെ. ദൈവം ലൈറ്റ് എങ്ങനെ നമ്മളൊരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ ഈ വന്ന ശ്വാസം മുട്ടലും തളർച്ചയും പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കുകയും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഇരു കൈകളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് എൻ്റെ പിതാവ് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സാധാരണഗതിയിൽ ഈ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ അനുഭവിച്ച ശ്വാസം മുട്ടലിൻ്റെ ഒരു വലിയ തളർച്ച ആ ശരീരത്തിൽ ഉണ്ടാവും. കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാതെ ഒന്നൊന്ന് നോർമലായിട്ട് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, ഭക്ഷിക്കാൻ കഴിയത്തില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഉണ്ടാകാതെ ചാടി എഴുന്നേറ്റ് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറയാനിടയായി. ഇതും കൂടെ കണ്ടപ്പം എൻ്റെ അമ്മച്ചിക്ക് യാതൊന്നും എതിർക്കാനോ പറയാനോ അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്നുണ്ടായ ആ വചന ശുശ്രൂഷകൾ കടന്നു വരുമ്പോൾ ആ ഒരു ശുശ്രൂഷയിലേക്ക് ആവേശത്തോടെ കടന്നു പോകാൻ നിൽക്കുന്ന എൻ്റെ മാതാവിനെ ആരും വിലക്കാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. തുടർന്ന് പല മീറ്റിങ്ങുകളിൽ പോയി. ആ മീറ്റിങ്ങുകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവിന് വലിയൊരു താല്പര്യമായിരുന്നു ഞാനും കൂടെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ആ ഒരു മമ്മി അറിയുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാനും കൂടെ ഒന്ന് വന്നെത്തണമെന്നുള്ളത്. പക്ഷെ എൻ്റെ പഠിത്തം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അന്ന് എൻ്റെയൊക്കെ ടൈമിൽ പ്രീ ഡിഗ്രിയാണ്, അന്ന് +1 +2 തുടങ്ങിയിട്ടില്ല. പ്രീ ഡിഗ്രി ടൈം ആയതുകൊണ്ട് ഷിഫ്റ്റാണ്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വന്നിരുന്നത് കൊണ്ട് എനിക്ക് ഈ എല്ലാ പ്രാർത്ഥനകളിലും ഒരുപോലെ അറ്റൻഡ് ചെയ്യാനോ എടുക്കാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു യൂത്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പുരോഹിതനും ടീമും വരുന്നു. അവരെ കുറിച്ച് വളരെ നല്ല ഒരു അഭിപ്രായം കേട്ടു എന്ന് മനസ്സിലാക്കിയപ്പം മമ്മി എന്നോട് പറഞ്ഞു, ഇന്നത്തെ ധ്യാനത്തിന് നീ എന്തായാലും വരണം, നീ മറ്റൊന്നിനുമല്ല, ആ അച്ഛനും ടീമും യൂത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് നടത്തുന്നത്. അച്ഛനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായം കേൾക്കുന്നു, പാടാനും വേർഷിപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ്, നിനക്ക് പാട്ട് ഇഷ്ടമാണല്ലോ, ഞാനന്ന് യാക്കോബ ചർച്ചിൽ കൊയറിലുണ്ട്, അപ്പം പാട്ട് നീ ഒന്ന് വന്ന് കേട്ട് നോക്ക്, വേറെ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മദറിനോട് പറഞ്ഞു, മമ്മി ഞാൻ മമ്മിയുടെ ഒക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ വന്നോളാം, ഇപ്പം ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ സമയമാണ്, ഞങ്ങളുടെ ഒരു യൗവന സമയമാണ്, ഞാൻ അല്പം സന്തോഷത്തോടെ ലോകവും ദൈവവും ഒരുപോലെ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമല്ല, കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്ന ക്രമത്തിനകത്ത്. പക്ഷെ അപ്പം എൻ്റെ വിചാരം ദൈവസന്നിധിയിലോട്ട് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ സന്തോഷങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ മമ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാനും എൻ്റെ പപ്പായും മമ്മിയും എന്നുള്ള ഒരു ജീവിതം, ഞങ്ങളെ പണ്ടേ എല്ലാവരും സ്നേഹപൂർവ്വം പറഞ്ഞിരുന്നത് തിരുക്കുടുംബം എന്നായിരുന്നു. കാരണം ഒരു അപ്പൻ മക്കൾ ബന്ധത്തിലല്ല, അത്ര സ്നേഹം നിറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ വേറെ ഒരു എതിർപ്പില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എല്ലാം ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി വിഷമിക്കണ്ട, ഞാൻ വരാം, ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാം. എൻ്റെ സിസ്റ്ററെ, മമ്മി പോയതുപോലെ ഞാൻ കടന്നു ചെന്നു. ഈ ആരാധനയ്ക്കകത്ത് ഞാൻ ആദ്യം ചെന്നപ്പം
ഭയങ്കരമായ ഹല്ലേലൂയയും സ്തോത്രവും കയ്യടിയും ഒക്കെ കേട്ടപ്പം ഈ യാക്കോബ ചുറ്റുപാടിൽ നിന്ന് ഇതൊന്നും കേൾക്കാതെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇത്രയൊക്കെയുള്ള ശബ്ദം വേണോ, ഇത്രയൊക്കെയുള്ള ബഹളം വേണോ? ഒരു പറ്റം യുവ കുഞ്ഞുങ്ങൾ മുമ്പിൽ നിന്ന് തുള്ളിച്ചാടുന്നു, ആരാധിക്കുന്നു. ഇതൊന്നും ആദ്യം എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയില്ല. പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയം ആ ഒരു ആരാധനയ്ക്കകത്തും പാട്ടിനകത്തേക്കും ലയിച്ചിട്ട് ഞാൻ എൻ്റെ കർത്താവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു അനുഭവം ആ ആദ്യ ദിവസം തന്നെ എനിക്ക് ഉണ്ടാകുവാനിടയായി. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ മമ്മിയെ ഒന്നും നോക്കുന്നില്ല, ഞാൻ ഓടി സ്റ്റേജിന്റെ മുമ്പിലേക്ക് പോകാൻ നോക്കുകയാണ് ഈ ഫാദറിനെ ഒന്ന് കാണാൻ. കാരണം അത്ര യൂത്തിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം കൊല്ലത്തിന്റെ പ്രദേശത്ത് ദൈവം വളരെ ഉപയോഗിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു ഫാദർ കുര്യാക്കോസ് പുന്നോലിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നും അദ്ദേഹം ഉണ്ട്. ആ ഒരു യൂത്ത് മീറ്റിംഗ് അനേക കോളേജിലെ യുവ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിങ്കിലേക്ക് മാറ്റിമറിച്ച ഒരു ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ തുടങ്ങി പിന്നീട് എനിക്ക് പഠനം എന്നതിനേക്കാൾ ഒരാവേശമായി ധ്യാനത്തിൻ്റെ ബാക്കി മീറ്റിങ്ങുകൾ, ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ, സെൽ മീറ്റിങ്സ്, ഇതെല്ലാം ഒരാവേശമായി തീരുവാനിടയായി. അങ്ങനെ ഈ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഈ ഗ്രൂപ്പിൽ സജീവമായ ഒരംഗമായി തീരുവാനും ദൈവം എന്നെ ഇടയാക്കി. യാക്കോബ കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു വ്യക്തി പോകാൻ അവിടെ ആരും അനുവദിക്കത്തില്ല. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇടവക വികാരി വീട്ടിൽ വരികയും ഇത് മനസ്സിലാക്കുകയും ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലേക്ക് എന്തിനിവളെ വിട്ടു, എന്തിനിവള് പോകുന്നു, നമ്മുടെ പള്ളിയിൽ ആവശ്യത്തിനുള്ള മീറ്റിങ്ങും പ്രാർത്ഥനകളും ഇല്ലാഞ്ഞിട്ടാണോ കടന്നു പോകുന്നത്? ഞങ്ങളോടുള്ള അധികമായിട്ടുള്ള സ്നേഹവും താല്പര്യവും വെച്ചിട്ടാണ് ആ പുരോഹിതൻ വന്നത്. അതുപോലൊരു സ്വാതന്ത്ര്യം വീടുമായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ആവേശത്തിൽ, എൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെ അല്ല. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റിനകത്ത് ഞാൻ അവിടെ ലഭിച്ചതൊക്കെ ഞാൻ അച്ഛനോട് വർണ്ണിക്കാൻ തുടങ്ങി. പക്ഷേ പുള്ളിക്ക് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുള്ളി പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും അവനവൻ്റെ വീട്ടിൽ ഭക്ഷണം ഉള്ളപ്പം അയലത്തെ വീട്ടിൽ പോയി കഴിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശയിലെ സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു, അച്ഛാ നമ്മുടെ വീട്ടിൽ എന്നും ഒരുപോലുള്ളത് കിട്ടിയാൽ വ്യത്യസ്തമായ ചില വിഭവങ്ങൾ വിളമ്പുമ്പം അറിയാതെ നമുക്ക് ഭക്ഷിക്കണമെന്നൊരാഗ്രഹം തോന്നത്തില്ലേ? അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ നമ്മുടെ പള്ളി വിട്ടൊന്നും പോകാനല്ല, ഞാൻ അതൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ, ഞാനൊന്ന് എനിക്ക് അവിടെ ഒരു പ്രത്യേക സന്തോഷം കിട്ടും. ഈ സന്തോഷം കിട്ടുന്നു എന്ന് ഞാൻ അറിയാതെ പറയുമ്പോഴും അത് അച്ഛനെ വ്രണപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ആവേശത്തിലാണ് നിൽക്കുന്നത്. തുടർന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകാനിടയായിട്ടുണ്ട്. അവരുടെ തന്നെ താബോർ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം, ഇവിടെ എല്ലാം പോയി. പക്ഷെ ഇതിൻ്റെ എല്ലാം വചനത്തിൻ്റെ ഒരു ചവിട്ടുപടിയും എന്നെ തന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ഈ സമയത്ത് നിരവധിയായിട്ടുള്ള സൗഖ്യങ്ങളും അടയാളങ്ങളും പ്രാർത്ഥനയിൽ കൂടെയുള്ള വിടുതലുകളും ഒക്കെ ഞങ്ങളുടെ ഈ കൊച്ചു പ്രെയർ ഗ്രൂപ്പ് അവിടെ ആരംഭിച്ചതിനകത്ത് എൻ്റെ മദറിലൂടെയും ഒക്കെ നടക്കാൻ അവിടെ തുടങ്ങി. അപ്പം അത് ഒരു വലിയ ചലനം തന്നെ ഉളവാക്കി. ഞങ്ങൾക്കതിനെ നിർത്താൻ കഴിയാതെയായി. ഈ സമയങ്ങളിൽ അല്പം വചനം പഠിക്കുകയും വചനം ഷെയർ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി ഞാൻ. അപ്പം എനിക്ക് ആവേശമായി. മുതിർന്നവർ പോലും ആ ചെറിയ ടോപ്പിക്കുകൾ കേട്ടിട്ട് ഇന്ന് വരെ ഇങ്ങനൊരു ആശയം കേട്ടിട്ടില്ല, ഞങ്ങളുടെ മനസ്സിനെ അത് സ്പർശിച്ചു. ഇന്ന് സംസാരിച്ച വിഷയം ഞങ്ങളോടായിരുന്നു, എൻ്റെ വിഷയത്തിനാണ് ഇന്ന് സംസാരിച്ച് അതിൻ്റെ മേൽ വിടുതൽ സംഭവിച്ചത് എന്നൊക്കെ വന്ന് നമ്മളെക്കാൾ പ്രായമുള്ള നമുക്ക് ഒരു അങ്കിൾ അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറയാൻ തോന്നുന്ന നിലവാരത്തിലുള്ളവർ വളരെ സ്നേഹത്തോടെ വന്ന് കരങ്ങളെ ചേർത്ത് പിടിച്ച്, എൻ്റെ മോളെ നീ ഇത് നിർത്തരുത്, നീ തുടരണം, നിന്നെ ദൈവം കണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പം ആത്മീയമായ കുറെ കൂടെ പ്രചോദനവും ആവേശവും ആകാൻ തുടങ്ങി. ഈ സമയത്ത് എൻ്റെ ഭവനത്തിൽ എൻ്റെ മമ്മിയോടൊപ്പം നിന്ന് വളർത്തപ്പെട്ട 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒന്ന് ശോഭ എന്നാണ് അവളുടെ പേര്. അവൾക്ക് എഴുത്തും വായനയും അറിയില്ല.
പക്ഷേ വളരെ മിടുക്കിയാണ്. കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നീങ്ങാനും കഴിവ് ദൈവം കൊടുത്തിരുന്ന ഒരു കുട്ടിയാണ്. അവളുടെ മാതാവാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നിരുന്നത്. പക്ഷേ ഈ കുട്ടിയെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവൾ എനിക്ക് കൂട്ടിനെന്ന് പറഞ്ഞാണ് കളിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് നിന്നിരുന്നത്. പക്ഷെ അവൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അവിടെ വളരുവാനിടയായി, ഒരു മകളെ പോലെ. അതിനോടൊപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ മകളുടെ വിവാഹമൊക്കെ ഞങ്ങൾ തന്നെ നടത്തി വിട്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയ ഒരു മകളാണ് സബീന. സബീന എന്ന മകൾ ഞങ്ങളുടെ വീട്ടില്. അപ്പം സബീനയുടെ വീട്ടിനകത്ത് ഒത്തിരി വിഷയങ്ങളും പ്രശ്നങ്ങളും വന്ന് അവളുടെ വാപ്പ മരിച്ചു പോയപ്പോൾ വളർത്താനും ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും മാതാവിന് ഇടയില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവിൻ്റെ കയ്യിലേക്ക് അവളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമായിരുന്നു. എനിക്കിവളെ ഒന്ന് വളർത്തി തരണേ, മറ്റൊന്നും വേണ്ട, എനിക്ക് അവളെ വളർത്തുവാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചപ്പോൾ എൻ്റെ മമ്മി എന്നെ വളർത്തുന്നത് പോലെ തന്നെ എന്ത് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ അവൾക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സമയങ്ങളിലാണ് മമ്മി മനസ്സിലാക്കുന്നത് ഇവളുടെ പിതാവ് ഒരു ആക്സിഡന്റിലാണ് മരിച്ചതെന്നും ആ ആക്സിഡന്റ് ക്ലെയിം വർഷങ്ങളായിട്ട് അത് ഇവർക്ക് കിട്ടേണ്ടത് അർഹതപ്പെട്ടത് ലഭിക്കാതെ മറ്റു ചിലരത് തട്ടി മാറ്റുവാൻ തക്കവണ്ണം തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ അന്ന് തൊട്ട് ആ വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേഗത്തിൽ മമ്മിയോട് ദൈവാത്മാവ് ഇടപെട്ടു. ഇന്ന മാസം ഇത്രാം തീയതി കുഞ്ഞെ നീ വിഷമിക്കണ്ട, നിന്റെ മാതാവിൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു അറുതി കൊടുക്കും, നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിനക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നും അറിയത്തില്ലെങ്കിലും നീ കൂടിരുന്ന് പ്രാർത്ഥിക്ക്. നീ യേശുവേ എൻ്റെ കാര്യത്തിന് ഒരു നീക്കുപോക്ക് തരണമേന്ന് മാത്രം നീ പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു വിടുതൽ തരും. ഇതൊക്കെ പറയുമ്പോഴും അവൾ ഒരു കഥ കേട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നതല്ലാതെ അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൾക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞുപോയി. അവിചാരിതം എന്ന് നമ്മൾ പറയുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം കുറിച്ചിട്ടിരുന്ന ആ സമയം അറിയിച്ചതുപോലെ ഒരു വക്കീല് ഇവരെ സമീപിച്ച് മുന്നോട്ട് വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കേസ് വാദിച്ചിട്ട് ഈ പൈസ നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഒരു വലിയ തുക ഈ പറഞ്ഞ അതേ ഡേറ്റിന്, ആ ദൈവം അറിയിച്ച അന്ന് മമ്മിയിലൂടെ അറിയിച്ച ആ ഡേറ്റിന് ആ കേസിന്റെ പൂർത്തീകരണം സംഭവിക്കുകയും ആ തുക അവർക്ക് കൈപ്പറ്റാനും ഇടയായി. ഇത് സബീനയിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. അപ്പം ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇത്ര വലിയ മാറ്റങ്ങൾ ദൈവം തൻ്റെ മക്കളോട് അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ബോധ്യവും മാറ്റവും ഉണ്ടായപ്പോൾ അവൾ നല്ലപോലെ പാടാൻ കഴിവുള്ള ഒരു കുഞ്ഞായിരുന്നു. സാധാരണ അവരുടേതായിട്ടുള്ള പാട്ടുകൾ പാടുകയും അത് പാടി പല സ്റ്റേജുകളിൽ സമ്മാനം മേടിക്കുകയും ചെയ്തിരുന്ന വ്യക്തി ക്രിസ്തീയ പാട്ടുകൾ പാടാനും വേഗത്തിൽ അത് പഠിക്കുവാനും വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനും തുടങ്ങി. എൻ്റെ മമ്മിയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാനും പാട്ട് പാടാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടായി. ഇവളുടെ ശരീരം വളരെ ശോഷിച്ചതായിരുന്നു, എന്ത് കഴിച്ചാലും നന്നാകത്തില്ല. അതുകൂടാതെ പല രോഗ അസ്വാസ്ഥ്യങ്ങൾ, അതും ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ദൈവം അവളിൽ നിന്ന് എടുത്തു മാറ്റി. പൂർണ്ണമായിട്ടൊരു പുഷ്ടി ആ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. അവൾക്ക് തന്നെ വ്യത്യസ്തമായ മാറ്റങ്ങൾ മനസ്സിലായി. പല പല പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ അവിടെ പോയി നിന്ന് ആളിനെ മാറ്റുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല സംസാരങ്ങൾ അതിൻ്റെ പിന്നിൽ സംഭവിക്കാൻ തുടങ്ങി. എങ്കിലും ഇതൊന്നും വകവെക്കാതെ അവൾ വളരെ വിശ്വസ്തയോടെ ചേർന്ന് നിന്ന് ഈ ദൈവത്തെ പാടുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങി. ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ല, ഞങ്ങൾ ആരും ക്രിസ്ത്യാനി ആകാനോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ക്രമേണ ദൈവം അവളെ ആ ഒരു കർത്താവിൻ്റെ പാതയിലേക്ക് നയിക്കുവാനിടയായി. വളരെ എതിർപ്പുകൾ അവളുടെ സമൂഹത്തിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്നു. അവളെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് പോലും മാറ്റിക്കളയും എന്ന് പറയുമാറ് പല ആൾക്കാരും അവരുടെ നേതൃത്വ കൂട്ടങ്ങൾ പൊങ്ങി വന്നു. അതിനിടയിൽ വെച്ച് ഒറ്റ ദിവസം കൊണ്ട് ഒരു വിവാഹം തട്ടിക്കൂട്ടിയിട്ട് അല്പസ്വല്പം കാശ് നിങ്ങൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചോണ്ട് വാ, സമുദായം അത് നടത്തിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറി വരെ അടിക്കുന്ന നിലവാരത്തിൽ അവര് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതെല്ലാം സ്വർഗത്തിലെ ദൈവം അവളുടെ മേൽ അനാദിയിലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് വലിയ സത്യം. ആ ഒരു കുഞ്ഞിലൂടെ
ഞങ്ങൾ സോറി ആ ആ കുട്ടി ഞങ്ങളുടെ കൂടെ നിന്ന് ദൈവസന്നിധിയിൽ കൂടുതൽ ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ മറ്റൊരു സഭയിലേക്ക് പോകാനും അവിടുത്തെ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അവൾക്ക് ഒരു ക്രിസ്തീയ ചുറ്റുപാടിൽ നിന്ന് തന്നെ ഒരു ദൈവ പൈതലിനെ വിവാഹത്തിനായി ദൈവം ഒരുക്കുകയും അവൾക്കൊരു കുടുംബജീവിതം ദൈവം നൽകുകയും ചെയ്തു. ഇന്നൊരു ആൺ പൈതൽ അവൾക്ക് ഉണ്ട്. അവർ സന്തോഷമായി കൊല്ലത്ത് തന്നെ അവര് സാക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്നു. ഇന്ന് അവളൊരു കൊച്ചു വർഷിപ്പ് ലീഡർ എന്നുള്ള നിലയിൽ ദൈവം അവളെ ആക്കി ഉയർത്തി നിർത്തിയിരിക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ഈ മസ്കറ്റിന്റെ പ്രദേശത്ത് ഒരു ചെറിയ ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആക്കുവാനും ഞങ്ങൾക്ക് ഇടയായി. അങ്ങനെ ദൈവം ആ ഒരു വിടുതലും ഞങ്ങളുടെ ഭവനത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഈ ശോഭ എന്ന മകളിലും ഒരു തികച്ചും ഞങ്ങൾ അന്ന് വരെ കണ്ടിട്ടില്ല വ്യത്യാസം കാണാൻ തുടങ്ങി. അവൾ എറണാകുളത്തൊരു പ്രദേശത്ത് പോയി നിന്ന് മറ്റൊരു ഭവനവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ വിഷമമായിരുന്നു. ഞങ്ങൾ ഇത്രയെല്ലാം നോക്കിയിട്ടും ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ദൈവസന്നിധിയിൽ അവൾ എത്തപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ, നഷ്ടമായി പോകുമോ? പക്ഷേ ഇല്ല, ആ വീണ വിത്ത് ഒരിക്കലും നഷ്ടമായില്ല. അവൾ ചെന്നെത്തിയതും ഒരു നല്ല വിശ്വാസിയായ ആന്റിയുടെ കയ്യിൽ ചെന്നെത്തിയത് കൊണ്ട് അവളെയും ദൈവം അവിടുന്നും വളർത്തി പൂർണ്ണ വിശ്വാസത്തിൽ സ്നാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്ന് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം അവളെ കൂട്ടിവരുത്തി. ഇന്ന് 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൊല്ലത്ത് തന്നെ ഞങ്ങൾക്ക് ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ തക്കവണ്ണം അവർ ഇന്നുവരെ ആയിരിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബങ്ങൾക്ക് വേണ്ടി വേണം. അവർ നിലനിൽക്കുവാനും അവരിലൂടെ അനേകർ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവം ഇടയാക്കേണ്ടതിന് അവരെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് തുടർന്ന് പല 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 മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. ഈ ദൈവിക അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒരു രീതിയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ പ്രതികൂലതകളും അതുപോലെ തലപൊക്കാൻ തുടങ്ങി. ഈ പ്രതികൂലതകൾ വന്നപ്പോൾ എങ്ങനെ എന്തെന്നൊന്നും അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പല രീതിയിലുള്ള പ്രതികൂലത, ഒന്നിൽ ചില നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഒക്കെ വരുന്നതും എടുക്കുന്നതും. പക്ഷേ ദൈവം അതിൻ്റെ മേളിലെല്ലാം വചനം തന്ന് ശക്തിപ്പെടുത്തി നിർത്തിക്കൊണ്ടേയിരുന്നു. ഈ പ്രതികൂലങ്ങളിൽ തളർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മമ്മിക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്നിട്ട് ഒരു ദിവസം രാത്രിയിൽ വാഷ്റൂമിലേക്ക് പോകുമ്പം എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ വാഷ്റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം അവർ 2 പേരും മാത്രമേ ഭവനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വാഷ്റൂമിൽ പോയി പുള്ളിക്കാരി ഇരുന്നു ഫെയിൻറ്റ് ചെയ്തു പോയത് എൻ്റെ പിതാവ് അറിഞ്ഞില്ല, ആരും മനസ്സിലാക്കിയില്ല. വെളുപ്പാങ്കാലം 3 മണിയായപ്പോൾ എന്തോ ഒന്ന് തിരിഞ്ഞപ്പോൾ കട്ടിലിൽ ആളില്ലല്ലോ, എന്തു പറ്റി എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഫെയിൻറ്റ് ചെയ്ത അവസ്ഥയിൽ വാഷ്റൂമിലായിരിക്കുന്ന എൻ്റെ മാതാവിനെ കാണുന്നത്. എടുത്തു കൊണ്ടുവന്ന് ഒന്ന് കട്ടിലിൽ കിടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പപ്പ പിടിച്ചു നോക്കുന്നു, എടുക്കുന്നു. ആ ഒരു ഡെഡ് വെയിറ്റ് പോലെ ആ ഫെയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ബോഡി വെയിറ്റ് ഭയങ്കരം. അപ്പൊ പൊക്കാൻ പറ്റുന്നില്ല. ഓടി കട്ടിലിലോട്ട് വന്ന് പപ്പ ആ ഒരു എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ വെപ്രാളത്തിൽ കട്ടിലിലേക്ക് വീണു പോയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഈ പാതിരാത്രിയിൽ ഞാൻ ആരെ വിളിക്കും? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുഖം കയ്യിലോട്ട് ഇങ്ങനെ അമർത്തി കരയുന്ന നിലവാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് കട്ടിലിൻ്റെ സൈഡിൽ നിന്ന്, ബാബോയ്ച്ച, ഞാൻ ഇങ്ങ് വന്നു, വിഷമിക്കണ്ട, എന്നെ ദൂതന്മാർ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി എന്ന് പറഞ്ഞു. ഇന്നും അത് മമ്മിക്ക് പറയുമ്പം മമ്മിക്ക് അത്ഭുതമാവാം. മമ്മി പറയുന്നത്, ഞാൻ നടന്നില്ല, എഴുന്നേറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കട്ടിലെ വന്ന് കിടക്കുന്നതും ബാബോയ്ച്ചൻ്റെ കരച്ചിലും ഞാൻ കേട്ടു, ദൂതന്മാർ എന്നെ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി എന്ന് പറഞ്ഞു. അങ്ങനെ പല പല അനുഭവങ്ങൾ എൻ്റെ മദറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. ഈ സമയത്ത് എൻ്റെ മദർ ഈ ധ്യാനഗുരുവായിരുന്ന എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവൾക്ക് ഡിഗ്രിയൊക്കെ കഴിയാറായി, വിവാഹം ആലോചിക്കുന്നുണ്ട്, ഒരു നല്ല തക്ക തുണയെ കിട്ടുവാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വേഗത്തിൽ അച്ഛൻ അകത്തേക്ക് കടന്നു ചെന്ന് ഒരു പുസ്തകം എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകം നീ പൂർണ്ണമായി വായിക്കുക, വായിച്ചിട്ട് ഈ പുസ്തകത്തിൽ
വളരെയധികം സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യത്തിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചതുപോലെ നിറത്തിലും ഭാവത്തിലും രൂപത്തിലും ദൈവം അവരുടെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം ദൈവം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഈ പുസ്തകം വായിച്ചിട്ട് അതിനനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ആ പുരോഹിതൻ സത്യത്തിൽ എൻ്റെ കയ്യിൽ കൊണ്ടു തന്ന അന്നത്തെ പുസ്തകം ബ്രദർ PG അങ്കിളിന്റെ വിശ്വാസത്തിന്റെ അത്ഭുതരേഖ എന്ന ഒരു പുസ്തകമായി കൊണ്ടു തന്നത്. ഞാൻ വളരെ ആവേശത്തോടെ ഞാൻ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരുന്ന സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗത്തിൽ ഞാനൊരു പേപ്പർ എടുത്ത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു. കാരണം അന്ന് എൻ്റെ റോൾ മോഡൽ, ആത്മീയതയിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈ പുരോഹിതൻ തന്നെയാണ്. അപ്പോൾ ഈ പുരോഹിതന്റെ രൂപവും ഭാവവും എല്ലാം വളരെ എനിക്ക് ഒരു ആകർഷണമായിരുന്നു. അപ്പോൾ ഒരു ആരാധന പോലെയായിരുന്നു അന്ന്. അപ്പോൾ ഈ രൂപത്തിലും ഭാവത്തിലും ഉള്ള ഒരു വ്യക്തി, ഇതുപോലെ ആത്മീയതയിൽ എന്നെ കൈപിടിച്ച് നടത്താൻ കഴിവുള്ള ഒരു വ്യക്തി. പണ്ടൊക്കെ ഞാൻ എൻ്റെ അറിവില്ലായ്മയിൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഏക മകളാണ്, എൻ്റെ അപ്പച്ചന് ഇത്രയൊക്കെ ചുറ്റുപാടുകളുണ്ട്, എനിക്ക് ഏറ്റവും വലിയ ഒരു ബന്ധം കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. പക്ഷെ സ്കൂൾ ഗോയിങ്, അപ്പം എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കല്യാണം വരുമ്പം ആ ചിന്തിച്ചു പോയ ചിന്തകൾ പോലും എൻ്റെ മനസ്സിലോട്ട് ദൈവം ഓർമ്മ തന്നു. അതിനെല്ലാം ക്ഷമ പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവെ, അറിവില്ലായ്മയിൽ ചിന്തിച്ചു പോയിട്ടുള്ളത്, നിഗളിച്ച് ചിലത് അറിയാതെ ചിന്തിച്ചു പോയതും പറഞ്ഞതും അങ്ങനെ ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ കർത്താവിൽ എന്നെ നയിക്കുവാൻ, ഇതുപോലെ കൈ പിടിച്ച് നടത്തുവാൻ എന്നെ കഴിയുന്ന ഒരു ദൈവ പുരുഷനെ എനിക്ക് തരണമേ. പക്ഷേ അന്നേരവും പ്രാർത്ഥിച്ചു, യാക്കോബായിൽ നിന്ന് തന്നെ ആയിരിക്കണമേ. യാക്കോബായിൽ നിന്ന് വിട്ടുപോകാൻ ഇഷ്ടമില്ല, കൂടുതൽ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇതേ രൂപത്തിലും ഭാവത്തിലും ഒരാൾ എൻ്റെ മുമ്പിൽ വന്നാൽ അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വ്യക്തിയാണെന്ന്, ദൈവം എനിക്ക് തരുന്ന അടയാളമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, എന്ത് തന്നെയാണെങ്കിലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ ഇതിന് ഒരു 1.5 വർഷം ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, എൻ്റെ പഠനത്തിൻ്റെ ഡിഗ്രി 2nd ഇയറിൽ വെച്ച് എൻ്റെ ഒരു കസിൻ ആൻറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ആലോചന കൊണ്ടുവന്നു. 2nd ഇയർ അല്ലേ, വിവാഹം നടന്നാലും പഠിക്കാമല്ലോ, കുഴപ്പമില്ല. എൻ്റെ മരുമകളുടെ ആങ്ങളെയാണ്. എൻ്റെ മരുമോളുടെ ആങ്ങളെ എന്ന് ഞാൻ പറയണമെങ്കിൽ അതെത്ര നല്ല കുട്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം എൻ്റെ പപ്പായുടെ ഒരു പെങ്ങളായിട്ട് വരും ആ ആൻറ്റി. അപ്പം നീ ഒന്നും നോക്കാനില്ല, നിന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു വീട്ടുകാരാണ്, നല്ല ആത്മീയതയുള്ളവരാണ്, കുടുംബശ്രേഷ്ഠതയിലും എല്ലാം കൊണ്ട് ഉന്നതമായിട്ട് നിൽക്കുന്ന എൻ്റെ മരുമോളുടെ അമ്മാച്ചൻ എന്ന് പറയുന്നത് തിരുമേനിയാണ്, അദ്ദേഹം ഇന്നില്ല. കാരണം എന്നെല്ലാം പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരൊന്ന് വീട് വരെ വന്നോട്ടെ, അവളെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പപ്പായോട് അന്ന് ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു, എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം എന്നെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിർത്തണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് വിവാഹം ആലോചിക്കാവും. അപ്പം ഞാൻ ഏക മകളെന്നുള്ളതുകൊണ്ട് എൻ്റെ ആഗ്രഹം എൻ്റെ പിതാവ് സമ്മതിച്ചു തന്നിരുന്നു. അപ്പോൾ ഇല്ല, നീ വിഷമിക്കണ്ട, നിനക്ക് 1 വർഷം ഞാൻ തരാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം അവര് ഈ ആൻറ്റി വന്ന് ചോദിച്ചത് കൊണ്ട് അത് ഡിനേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓക്കെ അവർ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവും മാതാവും ജസ്റ്റ് വന്ന് കണ്ടു, സംസാരിച്ചു, പോയി. പക്ഷെ പയ്യനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ പിന്നീട് മൂവ്മെന്റ്സും ഉണ്ടായില്ല. പക്ഷെ പിതാക്കന്മാർ തമ്മിൽ സംസാരിച്ചു. പിള്ളേർ രണ്ടുപേരും ചെറുപ്പമാണല്ലോ, അവർക്ക് അതിൻ്റെ ഒരു പക്വതയായിട്ടില്ല, അല്പം കഴിയട്ടെ, പക്വതയായിട്ടില്ല, അവളും പഠിക്കുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് അവിടം കൊണ്ടങ്ങ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടതുപോലെയായി. അത് കഴിഞ്ഞാണ് ഒരു 3 വർഷത്തെ വീണ്ടും ഗ്യാപ്പ് വന്ന് എൻ്റെ പഠിത്തം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. ആ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ആൻറ്റി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അല്പം കോപത്തോടെ, ഞാൻ ഇനിയും പറയത്തില്ല, ഇതുപോലൊരു പയ്യനെ നിങ്ങൾക്ക് കിട്ടത്തില്ല, വേണമെങ്കിൽ ആലോചിച്ചോ, അവൻ ഗൾഫിൽ നിന്ന് അവധിക്ക് വരുന്നുണ്ട്, നോക്കുന്നെങ്കിൽ നോക്കിക്കോ എന്ന് പരിഭവത്തോടെ ചോദിക്കുന്ന പോലെ. എന്നിട്ട് കൊണ്ടുവന്നൊരു ഫോട്ടോ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്തുനിന്ന് പോയി. പിതാവ് ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് വൈകിട്ട് ഇറങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പം പോക്കറ്റിൽ നിന്ന് ഈ ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഇത് നോക്കിയിട്ട് നിന്റെ അഭിപ്രായം എന്താന്ന് പറ. സത്യത്തിൽ ഞാൻ ഈ ഫോട്ടോ കാണുകയും ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ഞാൻ എന്ത് എഴുതി വരച്ചു വെച്ചിരുന്നോ
അതുപോലെയുള്ള ഒരു രൂപം. അതുപോലെ എന്ന് പറഞ്ഞാൽ ട്രൂ കോപ്പി എന്ന് പറയുന്നത് പോലെ ഒരു രൂപം. എനിക്ക് മറ്റൊന്നും എൻ്റെ പിതാവിനോട് പറയാനില്ലായിരുന്നു. ഞാൻ എൻ്റെ മമ്മിയോടും പപ്പായോടും പറഞ്ഞു, ദൈവം എനിക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു രൂപം എൻ്റെ മുമ്പിൽ തന്നു. ബാക്കിയുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണെങ്കിൽ പൊക്കോ, എന്താണെന്നുള്ളത് അപ് ടു യു എന്ന് പറഞ്ഞ് ഞാൻ പപ്പായുടെ കയ്യിൽ ആ ഫോട്ടോ തിരിച്ചു കൊടുത്തു. ഞാൻ മടങ്ങിച്ചെന്ന് ദൈവസന്നിധിയിൽ അല്പനേരം ഇരുന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് തന്നെയാണോ? ഇതാണല്ലോ ഞാൻ എഴുതി വെച്ചത്. എന്താണ്? എൻ്റെ മാതാപിതാക്കൾക്ക് അതിനൊരു ഗൈഡൻസ് കൊടുക്കണമെന്ന്. ആ സമയത്ത് അന്നും ഞങ്ങൾ കരസ്മാറ്റിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നതുകൊണ്ട് അവിടെയും പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങളുണ്ടായിരുന്നു. അവരോട് എൻ്റെ മമ്മി ഈ കാര്യം പറഞ്ഞപ്പം അവർ ഈ കുടുംബവുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന കുറെ കാര്യങ്ങൾ ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അവർ പറയുവാനും, ഇത് തന്നെയല്ലേ, ഇങ്ങനെ ദൈവം ചില അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു തിരുമേനിയുള്ള കുടുംബമാണ്, ഉന്നത കുടുംബമാണ്, ഈ കുടുംബത്തിലേക്കാണ് മകളെ അയക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നെല്ലാം അപ്പം ഒരു വ്യക്തത കിട്ടി. അങ്ങനെ ഈ ഒരു ആലോചനയിൽ മുന്നോട്ട് പോയി. പക്ഷെ ആ ദൈവദാസന്മാർ ചിലർ പറയാനിടയായി, ദൈവം അനുവദിച്ച് മുന്നോട്ട് തരുന്ന കുടുംബ ജീവിതമാണ്, എന്നിരുന്നാൽ തന്നെ ചില സഹനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, അത് ദൈവനാമത്തിൽ ഫേസ് ചെയ്യുമെന്ന്. പക്ഷെ അന്ന് ഈ കിട്ടിയ ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് പോലെ ഈ ഒരു വിവാഹം മുന്നിലേക്ക് വന്നപ്പം സഹനം എന്ന് കേട്ടെങ്കിലും അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാനും ഒന്നും തന്നെ കൂട്ടാക്കില്ല. പക്ഷെ എൻ്റെ മാതാവ് വളരെ ആകുലപ്പെട്ടിരുന്നു. 2-3 തവണ അവരോട് ചെന്ന് ചോദിച്ചു, ഇത് തന്നെയാണോ? ദൈവാത്മാവ് അത് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ടോ? അല്ല, സഹനം എന്ന് എനിക്ക് ഏക മകളാണ്, അവൾക്കൊരു സഹനം എന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപയും ദൈവം തരും എന്നൊരു വാക്ക് പറഞ്ഞു. പക്ഷെ അത് അവിടം കൊണ്ടങ്ങ് കഴിഞ്ഞു. കാര്യങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ ഹസ്ബൻഡിന് ഒരു മൂത്ത സഹോദരിയുണ്ട്. ആ സഹോദരി പഠന സമയത്തെ കർത്താവിനെ അറിയുവാനും ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് വെച്ച് രക്ഷിക്കപ്പെടുവാനും വേർപെട്ട് ആരാധിക്കുവാനും തുടങ്ങിയ ഒരു മകൾ ആ ഭവനത്തിനകത്ത് ഉണ്ടായിരുന്നു. ആ മകളെയാണ് എൻ്റെ ആൻറ്റിയുടെ മകൻ വിവാഹം കഴിക്കാൻ. അപ്പൊ ആൻറ്റിയുടെ മകനും അതേ വിശ്വാസത്തിൻ്റെ ആ സ്റ്റെപ്പിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പൊ ആ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു അടിസ്ഥാനം അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കരസ്മാറ്റിക്കിൽ നിൽക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന് പോലും കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയുള്ള പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട, അകത്തിരുന്നുള്ള പ്രാർത്ഥനയൊക്കെ മതി. യാക്കോബ കുടുംബത്തിൻ്റെ ഒരു തത്വങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ട്, അതിന് വെളിയിലോട്ടുള്ള വലിയൊരു പോക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഇതെല്ലാം ഒതുങ്ങി തന്നെ വളരെ സന്തോഷത്തിൽ വിവാഹം 96-ൽ നടന്നു. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. ലീവൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് തിരികെ ഗൾഫിലേക്ക് മടങ്ങി. ചുരുങ്ങിയ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കും അദ്ദേഹത്തോടൊപ്പം കൂടെ ചെല്ലുവാനും ജീവിക്കുവാനും കാര്യങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. അവിടെ ചെന്ന് കഴിയുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കാരണം കൂടാതെ ചില വിഷയങ്ങൾ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഈർഷ്യകൾ ഉണ്ടാകുക, വിഷമങ്ങൾ വരിക, അത് പെട്ടെന്നങ്ങ് മാറും, വീണ്ടും സന്തോഷത്തിലാവും. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായ ഒരു സന്തോഷം എന്ന് പറയാൻ കഴിയാത്തതുപോലെ എന്തെങ്കിലുമൊക്കെ ചില കല്ലുകടികൾ ഇടയ്ക്കും പിടയ്ക്കും ഉണ്ടാകുന്നത് പോലത്തെ അനുഭവങ്ങൾ. അന്നേരം എല്ലാം ഞാൻ ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഓർക്കും, അയ്യോ, ഇതാണോ ദൈവം പറഞ്ഞ ഒരു സഹനം? അപ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ കൃപ തരണം, ശക്തി തരണം, ദൈവം അറിയിച്ചിട്ട് എന്നെ ഏൽപ്പിച്ച ഒരു ജീവിതമാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഈ സമയത്ത് അവിചാരിതമായിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ആ ഫിജറായുടെ പ്രദേശത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പാസ്റ്റർ, ജെയിംസ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ജെയിംസ് പാസ്റ്റർ സ്നേഹബന്ധമാണ്. കാരണം ഇവർ രണ്ടുപേരും ഓട്ടോമൊബൈൽ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പരിചയത്തിലും എടുപ്പിലുള്ള ഒരു സ്നേഹബന്ധമാണ്. ഒരു ദിവസം പാസ്റ്റർ പറഞ്ഞു, റെജി, കുടുംബം വന്നല്ലോ, ഒരു ദിവസം വീട്ടിലോട്ട് വാ, നാളെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് വരിക. എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ 2 സ്നാന ശുശ്രൂഷ അവിടെ നടക്കുകയായിരുന്നു. അപ്പം ഞങ്ങളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് അത് സ്നാന ശുശ്രൂഷയായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, അവിടെ അവരുടെ സ്നാനമൊക്കെയാണ് നടക്കുന്നത്, അതങ്ങ് കഴിയട്ടെ, പക്ഷേ ജെയിംസ് പാസ്റ്ററിനെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, നമ്മൾ വിളിച്ചതിനെ മാനിച്ച് നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയം
എനിക്ക് അതികഠിനമായ പനി, ഒരു യൂറിനറി ഇൻഫെക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ശരീരം വിറയ്ക്കുന്ന രീതിയിൽ പനി. ഞാൻ പറഞ്ഞു എങ്ങനെ ഇതും വെച്ചിട്ട് ഞാൻ അവിടെ വരും, അവിടെ വന്നിരിക്കും, എനിക്കൊന്ന് വണ്ടിയേലൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കയറാനുള്ള ഒരു ബലം കിട്ടുന്നില്ല. അവ പറഞ്ഞു അയ്യോ നമ്മളെ വിളിച്ചതല്ലേ, സാരമില്ല, നിനക്ക് അതിനുള്ള ബലം കിട്ടും, വാ നമുക്ക് അവിടം വരെ പോയി ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് ഇനി തിരികെ വരാം. സിസ്റ്റർ ഞങ്ങൾ അവിടെ പോയി. ആ വീടിൻ്റെ മുമ്പിൽ ചെന്ന് ഇറങ്ങുന്നത് വരെയും കാറിൽ ഞാൻ ഇങ്ങനെ കരം ചേർത്ത് എൻ്റെ ഷോളുമായിട്ട് പിടിച്ച് ഞാൻ ഇരിക്കുക. ആ വീടിൻ്റെ പടി ചവിട്ടാൻ തുടങ്ങിയപ്പം എൻ്റെ ശരീരത്തിലെ ആ വിറയൽ നിന്നു, കിടുങ്ങൽ മാറി. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ കയറി ചെന്നു, ആൻറ്റിയെ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, ഞങ്ങൾ ഒരു സൗഹൃദം പങ്കുവെച്ചു. അവരുടെ പ്രെയർ ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുമായിരുന്നു. ബാ റെജിയെ നമുക്ക് ഇവിടോട്ട് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കും നോ പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒരു ഗസ്റ്റ് പാസ്റ്ററും അവിടെ ഉണ്ട്. അപ്പം അവരെല്ലാം കൂടി ഇരുന്ന് സന്തോഷിച്ച് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാ ഇൻസ്ട്രുമെൻസും പ്ലേ ചെയ്യും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിനും കുഞ്ഞുങ്ങളുടെ ആ പാട്ടും ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നപ്പം ദേവദാസൻ പറഞ്ഞു ഇവർക്ക് വേണ്ടി ഈ ദേവദാസനൊന്ന് പ്രാർത്ഥിക്കും, നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് ഈ സ്നാനത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുകയും ഈ ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. കാരണം പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ദുഃഖം. കാരണം ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പല ഡേറ്റുകൾ ഞങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഓരോ പ്രാവശ്യത്തെ ഡേറ്റ് വരുമ്പോഴും അത് നെഗറ്റീവാണെന്ന് വന്നുകൊണ്ടേയിരുന്നു. അന്നേരം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ഒരു വലിയ വിഷമം വീണത് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, ഞങ്ങളുടെ ഭവനത്തിൽ പോലും ആർക്കും അറിയില്ല. ഈ ഒരു കാര്യം ഈ ദൈവദാസന്റെ വായിൽ കൂടെ ആദ്യം ദൂതായിട്ട് വരുന്നത്, ദൈവം നിങ്ങൾക്ക് തലമുറയെ തരാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു വൃക്ഷത്തിൽ മുട്ട് വന്ന് പൂ വിരിഞ്ഞിട്ട് ഫലമിടാതെ പോകുന്നത് പോലെ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം ഇതിൻ്റെ മേൽ ചില നീക്കുപോക്കുകളെ ചെയ്യുമെന്ന്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ഒരു ആഴമാർന്ന ഒരു മുറിവ് പോലെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞപ്പോഴേ പറയും നമുക്ക് 5-6 മക്കൾ വേണം, കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമാണ്, അതുകൊണ്ട് വീടിനകത്ത് എല്ലാം മക്കൾ വേണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. പുള്ളിയുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ഒരു ജർമ്മൻ ഒരു സായിപ്പാണ്, പുള്ളിക്ക് സുപ്പീരിയർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒക്കെ ഏജിൽ പുള്ളിയുടെ മക്കളെയൊക്കെ കണ്ടാൽ അപ്പനും മക്കളും അന്ന് തോന്നത്തില്ല, ബ്രദേഴ്സ് പോലെ, അതുപോലെ നമുക്ക് യൗവനത്തിലെ മക്കളായിരിക്കണം, അപ്പോൾ അത് ഒരു ഭയങ്കര പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാണ്. അതിനകത്ത് ഇത് കൊഴിഞ്ഞു പോകുന്നു, നടക്കുന്നില്ല എന്നൊക്കെ ഒരു പ്രവചന ശബ്ദം പോലെ ആദ്യമായിട്ട് ഈ പ്രവചനം എന്നതുപോലെ കേട്ടപ്പം വളരെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി. എന്ത് ചെയ്യും എന്നുള്ള രീതി. രണ്ടാമത് പറയുന്ന ദൂത്, ഈ ദേശത്ത് നിന്ന് ബ്രദറെ നിങ്ങളെ തിരികെ നാട്ടിലേക്ക് അയക്കും. ആ നാട്ടിൽ ചെന്ന് നിങ്ങൾ ജലത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിച്ച് നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷിയായി ഒരു ഭടനായി ദൈവത്തിനു വേണ്ടി ദൈവം മാറ്റി വേർതിരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇത് കേട്ടപ്പം എൻ്റെ ഹസ്ബൻഡിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സന്തോഷമൊക്കെ കാണിച്ചു, പാസ്റ്ററിനോട് ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വണ്ടിയെ കയറിയപ്പോൾ എൻ്റെ അടുത്ത് ഇതാ എനിക്ക് ഇവരുടെ അടുത്തോട്ട് പോകാൻ വലിയ താല്പര്യമില്ലാത്ത, സ്നേഹമൊക്കെയാണ്, പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്ത് കാര്യം പറഞ്ഞാലും സ്നാനപ്പെടുന്ന കാര്യത്തിലെ അവസാനം വന്ന് നിൽക്കുകയുള്ളൂ. അഥവാ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ദൈവത്തെ അറിയാത്തത് കൊണ്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് കുടുംബവക ചാപ്പലുണ്ട് നാട്ടിൽ, അപ്പോൾ ആ ചാപ്പലിൽ സ്നാനത്തൊട്ടിയുണ്ട്, വേണ്ടി വന്നാൽ ഞാൻ രണ്ടാമത് ഒന്നും കൂടെ പോയി ആ സ്നാനത്തൊട്ടിയിൽ സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത ഒരു രീതിയിൽ അങ്ങ് പറയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയങ്ങളും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകേണ്ട ഒരു സമയം വന്നു. വളരെ ദുഃഖത്തോടെ തന്നെ ഇതുവരെ ആയിട്ടും യാതൊരു പോസിറ്റീവ് സൈനും കാണാതെ പോകേണ്ടി വരുന്നല്ലോ എന്നുള്ള ദുഃഖത്തിൽ ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി നാട്ടിലെത്തി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ശാരീരികമായ പല അസ്വാസ്ഥ്യങ്ങളും തുടങ്ങാൻ തുടങ്ങി.
ക്ഷീണം, തളർച്ച, കാലയിലൊക്കെ അല്പം നീര് കാണിക്കുന്നു. ഇത് കണ്ട് എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് ആൻറ്റി ഉണ്ട്. ആൻറ്റിയുടെ അടുത്ത് പോയി ആൻറ്റി ആദ്യം പറഞ്ഞു, വേറെ ഒന്നും ടെസ്റ്റ് ചെയ്യണ്ട, യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ദൈവത്തിൻ്റെ വലിയ മഹത്വം എന്ന് പറയട്ടെ, ഞങ്ങൾ ഹൃദയം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അന്ന് ചിന്തിച്ചു, ദൈവമേ, ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെയാ അത്, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം. പക്ഷേ പെന്തക്കോസ് എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല ആ ഒരു സമയത്ത്. എങ്കിലും ദൈവശബ്ദത്തെ മറികടക്കാൻ അന്നും പേടി. അത് ആ രീതിയിൽ ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു, അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ ഒരു വലിയ സമാധാനമായി. അപ്പൊ ദൈവം തരാതിരുന്നില്ലല്ലോ, ഒരു തലമുറയെ തരുന്നല്ലോ എന്നൊക്കെയാണ്. ഇതിന് ശേഷം ഒരു 4-5 മാസത്തെ സമയം കൂടെ എടുത്തുള്ളൂ. അവിടെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവിന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നിട്ട്, ഇവിടെ മകളുണ്ടെങ്കിലും പുള്ളിക്കാരി ഡൽഹിയിൽ കുടുംബമായിട്ടായതുകൊണ്ട് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് മക്കളാരും കൂടി ഇല്ലാതിരുന്നാൽ എങ്ങനെയാ, ഞാനും ഒറ്റ മകള്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ മക്കളുണ്ടെന്ന് പറയുകയും മാതാവും പിതാവും ഒറ്റയ്ക്ക് കിടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ കൂടെ കാണണ്ടേ എന്നിങ്ങനെ പറയുകയും പുള്ളി അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടാമത്തെ ദൂതിൻ്റെ സ്ട്രൈക്ക് ചെയ്തു, നീ അവിടെ നിന്ന് നാട്ടിൽ പോരും. അപ്പോൾ ശരിക്കും പിതാവിൻ്റെ രോഗാവസ്ഥ പ്രമാണിച്ചാണ് ഞങ്ങൾ വരുന്നതെങ്കിലും ഇതെല്ലാം ദൈവം ഒരുക്കുന്ന ഓരോ പദ്ധതിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കാനിടയായത്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ഡിവൈനിലോട്ടാണ് പോകുന്നത്. കാരണം ഈ ഒരു സന്തോഷം കിടക്കുന്നതുകൊണ്ട് എവിടാണേലും വചനം അറിഞ്ഞാൽ മതിയല്ലോ, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ദൈവസന്നിധിയിൽ നിന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവുമായിട്ട് ഡിവൈനിൽ പോവുകയും അത് പുള്ളിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ മടങ്ങി ഞങ്ങളുടെ ചാത്തന്നൂരാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത്. ആ ഭവനത്തിനകത്ത് യാക്കോബ പ്രാർത്ഥന, ഇടവക പ്രാർത്ഥനയുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന കണ്ടാൽ ഒരിക്കലും ഒരു യാക്കോബ സമുദായത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന് പറയത്തില്ല. ഒരു രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൻ്റെ പ്രാർത്ഥന എന്നതുപോലെ ഉയരപ്പെടുന്ന ഒരു ബുധനാഴ്ച മീറ്റിംഗ് എല്ലാ ബുധനാഴ്ചകളിലും. അത് എൻ്റെ മദറിൻലോ ആണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞു, അതിൽ വന്നിരിക്കുന്ന മിക്ക ആൻറ്റിമാരും രഹസ്യമായിട്ട് രക്ഷാനുഭവത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്ര ആരാധിച്ച് പ്രാർത്ഥിക്കാനും വചനത്തിനകത്ത് വളരെ ഗ്രാഹ്യം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ. പക്ഷെ അത് യാക്കോബ കൂട്ടത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു രീതിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ഒരു കൂട്ടം ജനം കൈകളെ ഉയർത്തി സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ട്. അപ്പം ഞങ്ങളുടെ ഭവനത്തിനോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ കുടുംബവക ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അത് സഭയ്ക്ക് കൊടുത്തതാണ്. ആ സഭാ സ്കൂള്, അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെ ഉണ്ട്. അവരെ ചെന്ന് സമീപിച്ചിട്ട് അന്നേരം പിന്നെ ഒരു ആവേശമായിരുന്നു. ഞങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആവേശത്തിൽ ദൈവം ഞങ്ങളെ ഓടിക്കുകയായിരുന്നു. പുള്ളി ഈ ദർശനം കണ്ടു കഴിഞ്ഞ് ഇരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരെ പോയി കണ്ടു, ഇതെങ്ങനെ നടത്തിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു എക്യുമെനിക്കൽ കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. എക്യുമെനിക്കൽ കൺവെൻഷനകത്ത് ആദ്യത്തെ ദിവസം സംസാരിച്ചത് ഒരു ആശാരി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു രവീന്ദ്രൻ ബ്രദർ എന്ന് പറയുന്ന ഒരു ബ്രദറാണ്. അദ്ദേഹം ശരിക്കും വിശ്വാസികളുടെ, കാരണം ഈ ആദിവാസികളുടെ ഇടയിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസന, അത് ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പൊ ആ കണക്ഷൻ കിട്ടി. ഈ ഒരു 5 ദിവസത്തെ എക്യുമെനിക്കൽ കൺവെൻഷൻ നടന്നത് ഞങ്ങളുടെ ദേശത്തെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കുവാൻ തക്കവണ്ണം ഇടയായി. പല ദൂതുകൾ ആ കൺവെൻഷനകത്ത് പുറപ്പെട്ടത് ആ ദേശത്തെ തൊടുന്നതും ചില അനർത്ഥങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞതും ആ അനർത്ഥം കടന്നു വരികയും അത് ആരെയും നശിപ്പിക്കാൻ ഇടയാകില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തപ്പം അത് ദേശത്തും, അത് ഓപ്പണായിട്ട് ആരും പറയാൻ തയ്യാറായില്ലെങ്കിലും രഹസ്യത്തിൽ ഞങ്ങൾ കേട്ടു, അയ്യോ അന്ന് ആ സംസാരിച്ചതുപോലൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത്, ഇങ്ങനെ പ്രവർത്തിക്കുവോ, ഇങ്ങനൊരു ദൈവം ഉണ്ടോ എന്നൊക്കെ പലരും തമ്മിൽ രഹസ്യത്തിൽ പറഞ്ഞു എന്ന് ഞങ്ങൾ മറ്റു പലരിലൂടെ അറിയാനിടയായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേശത്ത്
ഞങ്ങളൊരു കൂട്ടായ്മയുമായിട്ട് ഒരു ജെയിംസ് പാസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു പാസ്റ്ററിനെ നാട്ടിൽ തന്നെ കിട്ടി. ആ പാസ്റ്ററുമായിട്ട് രഹസ്യത്തിൽ പരവൂരിൻ്റെ പ്രദേശത്ത് ഞങ്ങൾ ആരാധന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പള്ളിയിൽ ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് പയ്യെ ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോകും. അപ്പോൾ പിതാവ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിതാവ് അത് നോട്ട് ചെയ്തിട്ട് ഇല്ല ഇതിവിടെ നടക്കത്തില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. മറ്റു ചിലരിലൂടെ ഒന്ന് ഉപദേശിക്കാൻ തക്കവണ്ണം പറയാൻ നോക്കി. പക്ഷെ ക്രമേണ എൻ്റെ മൂത്ത മകൻ ആ സമയത്തേക്ക് 98 എൻ്റെ മൂത്ത മകൻ ജനിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ ആരുടെയോ ഇൻഫ്ലുവൻസ് എന്ന പോലെ ഭവനത്തിനകത്തും ഈ പ്രാർത്ഥനകളിൽ ഒരു ചലനം നടക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥനകളിൽ ചലനം നടന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ ചലനം നടക്കാൻ തുടങ്ങിയ സമയത്ത് എന്തെന്നറിയില്ല, ഈ പറഞ്ഞ എതിർപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന പിതാവും അങ്ങ് കാമായി. ഈ സമയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് രണ്ടാമത്തെ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ രഹസ്യമായി പോയി സ്നാനപ്പെട്ടു. ആ സ്നാനം സ്വീകരിച്ച് മടങ്ങി വന്നപ്പം എൻ്റെ മദറിന് മനസ്സിലായി. എൻ്റെ മദർ അന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, മോൻ സ്നാനപ്പെട്ടു എന്ന് എനിക്ക് സംശയം തോന്നുന്നു, നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടു, മിനി അതൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരിക്കെ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ആത്മസന്തോഷത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ദൈവം ക്രിസ്തുവിൽ ചേർക്കുവാൻ ഇടയായി എന്ന് പറഞ്ഞു വന്ന് വളരെ വലിയ ആവേശത്തോടെ. അപ്പൊ എനിക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ, വീട്ടിൽ അറിഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഒരു സംശയമുണ്ട്. ഫാദർ വളരെ സ്ട്രിക്റ്റ് ആണ്, പള്ളിക്കാര്യങ്ങളിലും ഇതിലും ഒക്കെ വളരെ സ്ട്രിക്റ്റ്, എങ്ങനെ ഇത് അവതരിപ്പിക്കും എന്നൊക്കെ. പക്ഷേ പയ്യെ ഈ കാര്യങ്ങളെല്ലാം അറിയുവാനിടയായി. ചുരുക്കത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ക്രമേണ സിസ്റ്റർ 1.5 വർഷത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ കുടുംബമായിട്ട്, ഞാനും എൻ്റെ ഫാദറിലോയും മദറിലോയും ഒരുമിച്ച് ഞങ്ങൾ സ്നാനപ്പെടുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. അങ്ങനെ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് സ്നാനപ്പെട്ട് നിൽക്കുന്നതോടൊപ്പം എൻ്റെ മദറും എൻ്റെ ഫാദറിനോട് അനുവാദം ചോദിച്ചിട്ട് എൻ്റെ ഭവനത്തിൽ വന്ന് രഹസ്യമായി സ്നാനം സ്വീകരിച്ചു. എൻ്റെ ഫാദർ അനുവദിച്ചു. പക്ഷെ എൻ്റെ ഫാദർ പറഞ്ഞ ഒറ്റ കാര്യതേ ഉള്ളൂ, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പള്ളിയിലാണ് നിൽക്കുന്നത്, എൻ്റെ പിതാക്കന്മാരെ അടക്കിയെടുത്ത് എന്നെയും അടക്കണം, അതുകൊണ്ട് നിനക്ക് അതിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കത്തില്ല, നീ സ്നാനപ്പെട്ടോ, ഞാൻ ഇതിന് എതിർപ്പല്ല, പക്ഷെ എന്നെ വിളിക്കരുത്. സിസ്റ്ററെ, ആ പറഞ്ഞിരുന്ന എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിർബന്ധിച്ചില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 75-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പം ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, നീ പോകുന്നിടത്ത് ഞാനും കൂടെ വരട്ടെ. അപ്പോൾ അന്ന് ഞാൻ മസ്കറ്റിലാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പപ്പ ചോദിക്കുന്നു, ഞാൻ പോകുന്നിടത്ത് പപ്പ. ഞാൻ ചോദിച്ചു, എന്തിനാ താമസിച്ച് നിൽക്കുന്നേ, വിളിച്ചോ, കൂടെ പൊക്കോ, ദൈവം തുറക്കുന്ന വഴികളാന്ന് പറഞ്ഞു. വേഗത്തിൽ തന്നെ അവർ ഒരുമിച്ച് പോയി. കുറച്ച് മാസങ്ങൾ ആ ആരാധനയിൽ ചെന്നു. പപ്പായെ ദൈവം അവിടെ പലതിനാൽ ദൈവസന്നിധിയിൽ ആകർഷിക്കുവാൻ ഇടയായി. ചുരുക്കം പറയട്ടെ, നേരിട്ട് ഒരു ആരാധന കഴിഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പപ്പ എന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം. അന്ന് ആ ചർച്ചിലെ സീനിയർ മോസ്റ്റ് വ്യക്തിയാണ് എൻ്റെ പപ്പ. അങ്ങനെ അനുഗ്രഹപ്പെട്ട ഒരു സ്നാനം എൻ്റെ പപ്പായ്ക്ക് 75-ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പായ്ക്ക് ലഭിക്കുവാനിടയായി, കർത്താവിനോട് ചേരുവാൻ. പിന്നെ എന്താ പറയുന്ന ഒരു ആത്മീയ ആനന്ദവും ഉത്സവമായിരുന്നു എൻ്റെ വീട്ടിൽ. അതിനുശേഷം എൻ്റെ വല്യമ്മച്ചി സുഖമില്ലാതെ ഈ അന്യഭാഷ എൻ്റെ അമ്മച്ചിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയത്തില്ലായിരുന്നു. അപ്പം 1-2 പ്രാവശ്യം ഇത് കളിയാക്കി എൻ്റെ മമ്മിയെ പറഞ്ഞു. മമ്മി പറഞ്ഞു, അമ്മച്ചി എന്നെ എന്തു വേണേ പറഞ്ഞു, ദൈവനാമത്തെ ദുഷിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറയരുത്, അത് പരിശുദ്ധാത്മാവിനെതിരാണ്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയുന്ന ഒരു കാര്യവും ക്ഷമിക്കപ്പെടുന്നതല്ല, അത് പറയരുതേ എന്ന് പറഞ്ഞു. പക്ഷേ അത് പുള്ളിക്കാരിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാവാം, പുള്ളിക്കാരി ഇച്ചിരി ഒരു സ്റ്റബേൺ നേച്ചറായിരുന്നു അന്ന്. വീണ്ടും അത് കളിയാക്കി പറയുകയും പുള്ളിക്കാരി അയ്യോ എന്നെ പിടിച്ചോണേ എന്ന് പറഞ്ഞ് പുറകോട്ട് മലന്ന് വീഴുവാൻ തക്കവണ്ണം ഇടയായി. ഭാഗ്യത്തിന് എൻ്റെ പപ്പയുടെ കയ്യിലേക്ക് തല കിട്ടിയതുകൊണ്ട് തലയടിച്ചില്ല. അന്ന് ഒരു ഹെമറേജ് ഉണ്ടായതാണ്. ആ ഹെമറേജ് ഉണ്ടായി താഴെ വീണു. പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി, ഇനി ഒരു നോർമൽ സെൻസിലേക്ക് തിരിച്ചു വരികയില്ല കാരണം അപ്പോഴേക്കും 88-89 വയസ്സായി.
തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അന്ന് കരസ്മാറ്റിക്കിൽ നിൽക്കുമ്പോൾ അന്ന് ചില ദൈവദാസന്മാര് എൻ്റെ മമ്മിയോട് ഭയങ്കര ടഫായിരുന്നു അമ്മച്ചിയുടെ ഒരു പ്രകൃതം. ഈ ദൈവദാസന്മാര് ദൈവാത്മാവിൽ പറഞ്ഞു, പെങ്ങളെ, നിങ്ങളോട് ഹൃദയപൂർവ്വം അനുദപിച്ച് ഏറ്റു പറയാതെ ഈ അമ്മച്ചി ഭൂമി വിട്ടു പോകത്തില്ല എന്ന്. അപ്പൊ ഞാൻ തമാശയിൽ പറഞ്ഞു, ബ്രദറിന്റെ എല്ലാ പ്രവചനവും ശരിയാകും, ഇത് മാത്രം ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് വന്നേക്കാം എന്ന് ഞാൻ തമാശയിൽ പറയാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ സിസ്റ്ററെ, ദൈവത്തിന് ഒന്നും തെറ്റത്തില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയുടെ ബോധം, ആ ഹെമറേജ് ഉണ്ടായി കിടന്ന അമ്മച്ചി ഒന്നും തിരിച്ചറിയാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ഊരിക്കളയാൻ ശ്രമിച്ചിരുന്ന അമ്മച്ചി ഒരു 1.5 മാസത്തേക്ക്, 2 വർഷം കംപ്ലീറ്റ് കിടന്നു, പക്ഷെ അതിൽ 1.5 മാസത്തേക്ക് സുബോധം മടക്കി ലഭിച്ചിട്ട് എൻ്റെ മമ്മിയോട് ഓരോ ദിവസവും, നീ എന്നോട് ക്ഷമിക്കുമോ, നീ എന്നോട് ക്ഷമിക്കുമോ, ഇത് മാത്രമായിരുന്നു. നീ ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തരാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ എൻ്റെ മമ്മിയുടെ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ നെഞ്ചത്ത് കിടത്തിയ 2.5 വർഷം എൻ്റെ അമ്മച്ചിയെ, വല്യമ്മച്ചിയെ നോക്കി. അവസാനം ഈ കളിയാക്കിയ വല്യമ്മച്ചിക്ക് എൻ്റെ മമ്മി രാത്രിയിൽ കൈയെടുത്ത് തലയെ വെച്ച് അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ പ്രാർത്ഥീര് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥീരെന്ന് പറഞ്ഞ് കൈ പിടിച്ചെടുത്ത് തലയെ വെക്കും, പ്രാർത്ഥിക്കും. ഒരു കൊച്ചു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങുമായിരുന്നു. അങ്ങനെ രക്ഷ പറഞ്ഞു കൊടുത്ത് വളരെ സുബോധത്തോടെ അനുദപിച്ച് രക്ഷ ഏറ്റു പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് ആ അമ്മച്ചിക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ അതും ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. തുടർന്ന് ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പുനലൂരുള്ള സാമച്ചൻ പാസ്റ്ററുമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിലാണ്. ആ പാസ്റ്റർ ഒരു ദിവസം വിളിച്ചിട്ട് വന്നു, റെജി, നീ റൂവിയുമായിട്ടൊരു കണക്ഷനിൽ ദൈവം നിന്നെ ആക്കാൻ പോവാ. ഏതാ റൂവി എന്ന് പറയുന്ന സ്ഥലം എന്താ, എവിടെയാ, ഞങ്ങൾക്ക് അറിയില്ല, വിദേശത്തായിരുന്നു. റൂവിയുമായിട്ടൊരു കണക്ഷൻ എന്ന് ദൈവദാസൻ പറയാനിടയായി. അപ്പൊ പറഞ്ഞു, മസ്കറ്റിന്റെ പ്രദേശമാണ്, മസ്കറ്റിന്റെ ഒരു സ്ഥലമാണ് റൂവി, ദൈവം നിന്നെ ആ സ്ഥലവുമായിട്ട് ചേർന്ന് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചുരുക്കം പറയട്ടെ, വേഗത്തിൽ ചില വഴികൾ ഒരുങ്ങി വന്ന്, ചിലരിലൂടെ ചില ഫോൺ കോളുകൾ വന്ന്, ഇങ്ങനെ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനെ ഇവിടെ ഒരാൾക്ക് ആവശ്യമുണ്ട്, അത് വളരെ വിശ്വസ്തരായിരിക്കണം, അവരുടെ ചില സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാനാണ്, അത് സ്വന്തം എന്നതുപോലെ നോക്കി നടത്താൻ വിശ്വസ്തനായിരിക്കണം, അതിന് റെജിയെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്ത് വേഗത്തിൽ 2014 ഡിസംബർ അവസാനം വീണ്ടും ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനെ ദൈവം കൊണ്ടുവന്നു. തുടർന്ന് 2015 ഞങ്ങളും കുടുംബമായിട്ട് വേഗത്തിൽ ഇവിടെ ആകുവാനും എത്തുവാൻ. ഇതിൻ്റെ ഒക്കെ ഇടയിലും സിസ്റ്റർ, ഞാൻ പറയാതെ വിട്ടുപോകുന്ന, കാരണം കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഒത്തിരി തീച്ചൂള അനുഭവങ്ങൾ, ഒത്തിരി പ്രതികൂലതകൾ. 2003 ആ സമയത്തേക്ക് ഞങ്ങൾ ഒരു ആരാധന വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ, കാരണം ഈ സ്കൂളിൽ എതിർപ്പുകൾ ഉയർന്നു. പല സൈഡിൽ നിന്ന് ഇതിവിടെ പറ്റത്തില്ല, പെന്തക്കോസ് ആരാധന ഇവിടെ പറ്റത്തില്ല, അങ്ങനെ നടത്തുവാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടത്തില്ല എന്ന് വരെ സ്കൂളിനെ ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ പല സംസാരം ഉയർന്നു. അപ്പം എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ഒരു കറി പൗഡർ യൂണിറ്റും ഫാക്ടറിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന്. അത് ചില ഈ തകർച്ചകളിൽ ഒന്നിൻ്റെ ഭാഗമായിട്ട് അടയപ്പെടുവാനിടയായി. ആ മാതാവ് വേഗത്തിൽ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നമ്മുടെ ഫാക്ടറി ഇവിടെ വെറുതെ കിടക്കുന്നു, അവിടേക്ക് പ്രാർത്ഥന ആരംഭിക്കാൻ പറഞ്ഞു. അവിടുത്തെ ഒരു ഫ്രണ്ട് റൂമിൽ പ്രാർത്ഥന ആരംഭിച്ചതാണ്. ആ ഫ്രണ്ട് റൂം എന്നുള്ളത് ആ ഹോള് മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്ത് ഇന്ന് ആ ചാത്തന്നൂരിൻ്റെ പ്രദേശത്ത് ഒരു ചർച്ച് ദൈവം ഉയരപ്പെടുവാൻ 2003 ഇടയാക്കി. ആ ആരാധന ഇന്നും അനുഗ്രഹമായിട്ട്, ആ ആരാധനയിൽ വളരെ സമുദായങ്ങളിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. വന്ന ഇടപെടൽ മൂലം അതിനകത്ത് ചില ഭിന്ന ഭിന്നതകൾ ഉണ്ടാകുവാനും കുറെ പേർ സഭയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നവർ മാറിപ്പോകുവാനും ഒക്കെ ഇടയായി. എങ്കിലും ദൈവം അതിനെ അടച്ചില്ല.
ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്ന് വചനം തന്നിരിക്കുന്ന ദൈവം ഇന്നും ആ ആലയത്തെ ദൈവത്തിന്റെ പദ്ധതിക്കായി ആ ദേശത്ത് ഒരു ദൈവദാസനിലൂടെ കുടുംബമായി അവിടെ ആരാധന മുന്നോട്ട് പോവുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ മുന്നോട്ട് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണത എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒത്തിരി എതിർപ്പുകൾ ആ ദേശത്തുണ്ട്. കാരണം പലയിടത്തും, കാരണം ആ സഭ അടച്ചു കളയുക എന്നുള്ള രീതിയിലുള്ള ഒത്തിരി ആഭിചാര മന്ത്രപ്രയോഗങ്ങളിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ കണ്ണാൽ ഞങ്ങളുടെ മുറ്റത്ത് പലതും കാണുകയും പേരെഴുതി, സഭയുടെ പേരെഴുതി, വ്യക്തികളുടെ പേരെഴുതി, വാഹനങ്ങളെ വരച്ച് എന്തൊക്കെയോ ചില ലിപികളിൽ പ്രത്യേകമായി തകിടിൽ എഴുതി ഒക്കെ കൊണ്ടുവന്ന് സംഗതികൾ നിക്ഷേപിച്ചിരുന്നു. ആ സമയങ്ങളിലെല്ലാം ദൈവസന്നിധിയോട് ചേർന്ന് പല പ്രതികൂലതകൾ ഞങ്ങൾ അനുഭവിച്ചുവെങ്കിലും കാറ്റും കോളും ഒക്കെ ഉണ്ടായി, പല രീതിയിൽ രോഗ അവസ്ഥകളൊക്കെ കടന്നു വന്നു. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ വചനം പറഞ്ഞതുപോലെ വീഴുവാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ കരം ഞങ്ങളെ താങ്ങി നിർത്തി വഴി നടത്തുന്നത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഈ മസ്കറ്റിന്റെ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വരികയും ഇവിടെയും ഞങ്ങളെ അയക്കുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. പക്ഷെ ആ ഒരു വചനം തന്നപ്പം ആ മരുഭൂമിയും ഹൃദ്യമായി സംസാരിക്കുക എന്നതിൻ്റെ ആഴം ഞങ്ങൾ അന്ന് അത്രയും ചിന്തിച്ചില്ല. പക്ഷെ ഞങ്ങളോട് ഒരു ദൈവദാസി ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സാമച്ചൻ പാസ്റ്റർ പറഞ്ഞത് കൂടാതെ രണ്ടാമതൊരു ദൈവശബ്ദം കേട്ടു, റീച്ചാനെ മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് ദൈവം അയക്കും. പക്ഷെ അതത്ര ഈസി പോക്കല്ല, അവിടെ ഒരു ടാസ്ക് ആയിരിക്കും ജീവിതം. പക്ഷെ ദൈവം താങ്ങും. പക്ഷെ പ്രതികൂലതകളെ കണ്ടിട്ട് ഇട്ടിട്ട് വരുവാൻ ഇടയാകരുത്, പിടിച്ചു നിൽക്കണം. ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്തെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇന്നും സിസ്റ്ററെ ഞങ്ങൾ ആ ശബ്ദത്തിന്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. പല പ്രതികൂലതകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ മൂത്ത പൈതലിന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവന്റെ ജോലിയോട് കയറുന്ന സമയത്ത് അവന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ എൻ്റെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തോട് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഒരു പൈശാചിക പോരാണ് അവൻ്റെ നേരെ ഉണ്ടായത്. എന്നാൽ കൊണ്ടുപോയ എല്ലാ ഹോസ്പിറ്റലുകളിലും ഡോക്ടേഴ്സ് ചോദിച്ചു, ഈ ആക്സിഡന്റിൽ ഒന്നിൽ ആളില്ലാതെയാകണം, അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയാകണം. ഈ ഒരു രീതിയിൽ ഒരു വലത്ത് കൈയുടെ നെർവിന്റെ ഇഞ്ചുറി മാത്രം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പൈതലിനെ ആരോഗ്യത്തോടെ, ഇവൻ ഒരു മിറക്കിൾ ബോയ് ആണ് എന്ന് ആ ജാതീയരായ ഡോക്ടേഴ്സിന്റെ വായിൽ നിന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി. 2-3 സർജറികൾ അവന് വേണ്ടി വന്നുവെങ്കിലും അവൻ ദൈവകൃപയാൽ സുഖം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ പൈതൽ അവന്റെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവനും ഈ ഞങ്ങളോടൊപ്പം ഇപ്പൊ ആയിരിക്കുന്നു. മൂന്നാമത്തെ പൈതല് പഠനത്തിൽ തന്നെയാണ്, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവർ മൂന്നും കൂടാതെ ഞങ്ങൾക്ക് മൂത്തതായിട്ടൊരു പെൺ പൈതലിനെ ദൈവത്താൽ തന്ന ഒരു പെൺ പൈതലുണ്ട്. അത് പറയാതിരിക്കാൻ എനിക്ക് ഈ സാക്ഷ്യത്തിൽ പറ്റത്തില്ല. അവളാണ് ഞങ്ങളുടെ നട്ടെല്ല്. കാരണം ഞങ്ങളുടെ ഒരു ബാക്ക് ബോണാണ് ഞങ്ങളുടെ മകള്. കാരണം അവളെ ദൈവം ഞങ്ങൾക്ക് തന്നതാ. ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മകളാണ്. പക്ഷെ ഉപ്പാപ്പനും കുടുംബവും ഒരു ആക്സിഡന്റ് മൂലം മരണപ്പെട്ടപ്പം അവൾ വളരെ കുഞ്ഞാണ്. ഞാൻ വിവാഹം കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പം അവള് ഞങ്ങളുടെ മൂത്ത മകളായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിരുന്ന. ഇന്ന് അവളും കുടുംബവും ദുബായിയുടെ പ്രദേശത്ത് സുഖമായി ജീവിക്കുന്നു. ഒരു ആൺപൈതൽ അവർക്ക് ദാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഇവർ 4 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഈ 4 കുഞ്ഞുങ്ങളും ഇന്ന് ദൈവകൃപയിൽ ഞങ്ങളുടെ ഈ ഒരു തീച്ചുള അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ക്രിസ്തീയ ജീവിതം അടിച്ചു പൊളിച്ചുള്ള അല്ലെങ്കിൽ ചില മെറ്റീരിയലിസത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ സിസ്റ്ററിന്റെ TV-യിൽ തന്നെ ഞാൻ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു, കർത്താവെ, ഇത് എൻ്റെ സാക്ഷ്യമാണല്ലോ. ഇത് ഞാൻ എല്ലാവരോടും പറയുന്നത് അതാ. എൻ്റെ സഭയിൽ ഒരു വ്യക്തി വന്നാൽ ഞാൻ പറയും, കാറ് തരാം, വീട് തരാം, രോഗം മാറ്റാമെന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണ്ട. കർത്താവിനെ നാഥനും രക്ഷകനുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കർത്താവിലേക്ക് വരിക. മറ്റ് പാക്കേജ് എല്ലാം അതിനകത്തുള്ളതാണ്. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്തു കുടിക്കും, എന്തുടുക്കും, അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട എന്ന് എൻ്റെ അപ്പൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണ്ട.
നിങ്ങൾ ലോകത്തിന്റെ ഇമ്പങ്ങളെയോ ലോകത്തിന്റെ സുഖങ്ങളെയോ സന്തോഷങ്ങളെയോ ലഭിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നതെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തെറ്റായി പോകും. കാരണം നമ്മള് വചനം യോഹന്നാൻ 12:24, 25, 26 പറയുന്നു, ഒരു കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ഫലം ഉണ്ടാകത്തില്ല. അപ്പൊ നാം ആകുന്ന ഒരു കോതമ്പ് മണി നാം നിലത്ത് വീണ് ക്രിസ്തുവിനോട് കൂടെ ചില കഷ്ടം അനുഭവിക്കാനായിട്ട് ആ വരം ലഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വരം ലഭിച്ചില്ല എങ്കിൽ നമ്മളിലൂടെ ദൈവം വെച്ചിരിക്കുന്ന മറ്റ് ചില പ്രൊഡക്ഷൻസ് ഉണ്ടാകാൻ ഇടയാകത്തില്ല. നാമമാത്രമായിട്ട് ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയാനും അഭിമാനിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷെ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കാൻ വരം ലഭിക്കുക എന്നുള്ളത് എനിക്ക് സിസ്റ്ററിന്റെ ആ ടോക്കിൽ നിന്ന് എന്നെ അത് വളരെ സ്പർശിക്കുവാനിടയായി. കാരണം അതൊരു വലിയ കൃപയാണ്. അത് എല്ലാവർക്കും അത് താങ്ങി അല്ലെങ്കിൽ അതിൽ നിലനിന്ന് പോകുവാൻ കഴിയത്തില്ല. ഞങ്ങളും അതിന് പൂർണ്ണമായി ജയിച്ചു എന്ന് പറയല്ല. പൗലോസ് പറഞ്ഞതുപോലെ ജയിക്കുവാൻ കഴിയുമോ എന്ന് ആ പ്രാപ്തി ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹായത്തെ ചോദിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ദേശത്തിലായിരുന്നാലും എവിടെ ആയിരിക്കുമ്പോഴും എല്ലാവരും വിചാരിക്കും ഗൾഫിന്റെ പ്രദേശത്തായിരിക്കുമ്പോൾ വളരെ സുഖജീവിതം, വളരെ സന്തോഷം. അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉഴപ്പി എങ്ങനെയും ജീവിക്കാം. പക്ഷെ ഗൾഫിന്റെ പ്രദേശത്ത് ജീവിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ചിട്ടയിലും അടുക്കിലും കഷ്ടതയിലും മുന്നോട്ട് പോകാനായിട്ട് ഒരു ക്രമത്തിൽ പോകാൻ മനസ്സില്ലെങ്കിൽ ഒരിക്കലും ആ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ ആരെയും നമുക്ക് ഒരു നേരം ജോലിക്ക് ചെല്ലത്തില്ല, വരത്തില്ല, എനിക്ക് ഇന്ന് തലവേദനയാണ് എന്നൊന്നും പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റത്തില്ല. വളരെ ദൈവ വയൽപ്രദേശത്ത് അധ്വാനിക്കാൻ ഒരു മനസ്സുള്ളതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിലും വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേശത്ത് നിലനിന്ന് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എന്നിരുന്നാൽ തന്നെ ദൈവം ഞങ്ങൾ ഉദ്ദേശിക്കാതെ ഈ ദേശത്തോട്ട് ഞങ്ങളെ ദൈവത്തിന്റെ ഒരു ദൂതനുസരിച്ച് അയച്ചുവെങ്കിൽ ഇതിനകത്ത് പല ഞെരുക്കങ്ങളും, കൊറോണയുടെ ടൈമിൽ പലതും അടച്ചുപൂട്ടപ്പെട്ടു. അന്നേരം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ദൈവദാസനും പാസ്റ്റർ വേണുദാസ് പാസ്റ്ററും സഭയും ഞങ്ങൾക്ക് ഒരു വലിയ കോട്ടയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ സഭ അങ്ങനെ ഒരു ദൈവ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ പോകുന്ന ഒരു സഭയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അങ്ങനെയും ഒരു അവസരം തന്നു. ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യം തന്നെയാണ്. കാരണം ഓരോ ദിവസത്തിന്റെയും പ്രഭാതം ഞങ്ങളുടെ സാക്ഷ്യമാണ്. അതുകൊണ്ട് തുടർന്നും ദൈവം ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും എന്തൊക്കെയാണോ ദൈവം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ശുശ്രൂഷയിൽ വെച്ചിരിക്കുന്നത്, ഞങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ വയൽ പ്രദേശത്ത് എങ്ങനെ അധ്വാനിച്ച് എങ്ങനെ ആത്മാക്കളെ നേടാനാണോ, ആർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനാണോ, ആരുടെ കണ്ണുനീര് തുടയ്ക്കാനാണോ ഞങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആത്മീയ പിതാവായിട്ട് ഞങ്ങൾക്ക് കോട്ടയത്തുള്ള പാസ്റ്റർ കബോദ് ആൻഡ് ഗ്ലോറിയ എന്ന് പറയുന്ന ദൈവദാസനും ദാസിയുമാണ് ഞങ്ങളെ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു സമയത്ത് 98 കാലയളവ് കഴിഞ്ഞതിന് ശേഷം ഒരു 2000 അവരുമായിട്ട് ചേർന്നുള്ള ആ ഒരു ബന്ധത്തിൽ ദൈവം കൊണ്ടുവന്നെത്തിക്കുകയും ആത്മീയ പിതാവ് മാതാവ് എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ അവരുടെ കൈക്കീഴിൽ നിന്ന് ഒരു ആത്മീയ പക്വത പ്രാപിച്ച ട്രെയിനിങ് എടുക്കുകയും ചെയ്തതോടെയാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ അനേകരെ കൗൺസിൽ ചെയ്യാനായിട്ട് ഒരു കൗൺസിലിംഗ് ഫീൽഡിലേക്ക് ഞങ്ങളെ ദൈവം ഇറക്കി. ആ സഭയോട് ചേർന്ന് അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുപോലെ ഉണ്ട് സിസ്റ്ററെ. ഒത്തിരി പേര്, കാരണം പ്രത്യക്ഷമായിട്ട് ഒരു ക്യാൻസർ മാറിയെന്നോ ഒരു ഇല്ലാത്തത് ഉളവായെന്നോ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം അനുദിന ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ഉള്ള വലിയ വലിയ വിടുതലുകളെ തന്ന് ദൈവ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ച് ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം മുന്നോട്ട് നീങ്ങുവാൻ അനുവദിക്കുന്ന ഒരു ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നു. തുടർന്നും
ഈ കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ദൈവമാക്കിയിരിക്കുന്ന സെറാഫാത്ത് ഇന്ത്യ മിനിസ്ട്രി എന്ന ആ ചെറിയ സഭയ്ക്ക് വേണ്ടി അതിനെ നയിക്കുന്ന ശുശ്രൂഷകനായ ആര്യനാട് സ്വദേശിയായ രാജ്മോഹൻ എന്ന പാസ്റ്ററാണ് ഇപ്പം അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദേവദാസിന് വേണ്ടി ഞങ്ങൾ മെൻറ്റർ ചെയ്യുന്ന കുറെ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഒത്തിരി കഷ്ടത്തിലും തകർച്ചയിലും ആരും സഹായിക്കാനില്ലാതെ തിരിഞ്ഞു നോക്കാനില്ലാതെ ഇരിക്കുന്ന കുറെ പേരെ മെൻറ്റർ ചെയ്യാൻ ദൈവം അവസരം തന്നിരിക്കുന്നു. അവരെ ഒക്കെ പ്രോപ്പറായിട്ട് ദൈവ സ്നേഹത്തിനൊത്തവണ്ണം ദൈവം ആഗ്രഹിക്കുന്നതിനൊത്തവണ്ണം മെൻറ്റർ ചെയ്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഞങ്ങളെ ശക്തീകരിക്കാൻ ദൈവജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. ഈ ഒരു ശുശ്രൂഷ നടത്തി ജോയ്സ് ടി.വിയിലൂടെ അനേകർക്ക് അനേക സാക്ഷ്യങ്ങളെ ഉളവാക്കുവാനായി ദൈവം കണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്ററിനെയും കൂട്ടത്തെയും ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം വഹിക്കുകയും ഓർക്കുകയും ചെയ്യും. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് കണ്ടവരെ ദൈവം കർത്താവിൻ്റെ അടുത്തേക്ക് വരുത്തുന്നതായ ഒരു വലിയ കാര്യങ്ങളെ കേൾക്കുവാനിടയായി തീർന്നു. ഇനിയും കർത്താവ് ആ ദേശത്ത് നിങ്ങൾ ഉപയോഗിക്കട്ടെ. ദേശത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാണ് സിസ്റ്ററെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിപരിശുദ്ധമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കൂട്ടി വിളിച്ചിരിക്കുന്നു. അനാദിയിലെ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ച ദൈവം അങ്ങാണ്. ഈ ഒരു മീഡിയയിലൂടെ പോലും അനേകരിലേക്ക് എൻ്റെ അപ്പൻ്റെ മഹത്വത്തെ എത്തിക്കുവാൻ കർത്താവെ ഈ ജോയ്സ് ടി.വി മുഖാന്തരമാക്കിയിരിക്കുന്നു. അതുപോലെ അനേക മീഡിയകൾ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുമ്പോൾ ഈ ദൈവദാസിയിലൂടെ ഈ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളും ഓരോ പ്രാർത്ഥനകളും ഓരോ ദൈവവചന ശുശ്രൂഷകളും അനേകർക്ക് കേൾക്കുന്ന ഓരോരുത്തരിലും വിടുതലും ജീവനുമായി തീരുവാൻ, ക്രിസ്തുവിൽ എങ്ങനെ നിൽക്കണമെന്നുള്ളത് അവർ അഭ്യസിക്കുവാൻ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല ക്രിസ്തുവിനെ സമീപിക്കുന്നത്. ക്രിസ്തു എൻ്റെ അപ്പനാകൊണ്ട് എൻ്റെ അപ്പൻ്റെ കൂടെ നിത്യതയിൽ വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ളത് കൊണ്ട് ആ നിത്യതയിൽ ചെന്ന് ചേരുവോളം ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിൽക്കപ്പെടുവാൻ തക്കവണ്ണം ഈ പോരാട്ടത്തിൽ നല്ല പോർ പൊരുത് ഓട്ടം തികയ്ക്കുവാൻ, ആ വിശ്വാസം കാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന, ഈ ചാനലിൽ കൂടെ കടന്നു വന്ന് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുന്ന സകല ദൈവജനത്തെയും എൻ്റെ ദൈവത്താൽ തൊടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലുതും ചെറുതുമായ വലിയ അനുഭവങ്ങളെ കൊടുത്ത് സാക്ഷ്യങ്ങളെ കൊടുത്ത് അനേകരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസിയെ ആയിരിക്കുന്ന ദേശത്ത് അധികമായി ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ സഭയായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനേകർക്ക് ക്രിസ്തുവിൽ വളരുവാനുള്ള ഒരു കൈത്താങ്ങായി നിന്റെ ദാസിയെ തീർത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അധികമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപയിൽ മറയ്ക്കും, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവമേ, മേലിൽ ഞങ്ങളെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമീൻ ആമീൻ. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു സിസ്റ്ററെ. സിസ്റ്ററിലൂടെയും ഇത്രയും പേരെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്നില്ലേ? ദൈവത്തിന്റെ വലിയൊരു ശുശ്രൂഷ ചെയ്യുവാൻ അധികമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. ഇവിടെ രാത്രി 2-3 പേരൊക്കെ പറഞ്ഞായിരുന്നു. ആരെങ്കിലുമൊക്കെ സാക്ഷ്യം പറയാൻ ആഗ്രഹം ഉണ്ട്. ഞാൻ ആ എസ്തേർ എന്ന് പറയുന്ന സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് നമ്പർ തന്നു. പിന്നെ സിസ്റ്ററിന് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ നമ്പർ അങ്ങോട്ട് ഷെയർ ചെയ്യാം. സിസ്റ്റർ ഒന്ന് വിളിച്ചാട്ടെ. പുള്ളിക്കാരി ഇതുപോലെ വളരെ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ മദറിലോയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഈ കൊട്ടയും മുറമൊക്കെ ഉണ്ടല്ലോ, മുറവും കൊട്ടയും ഒക്കെ വിറ്റുകൊണ്ട് നടന്ന ഒരു വ്യക്തി ജീവിതം. പക്ഷേ വളരെ തീക്ഷ്ണമായിട്ട് ദൈവത്തെ കണ്ടറിഞ്ഞതുകൊണ്ട് എല്ലാ മക്കളും സിസ്റ്ററെ ഇന്ന് ശരിക്കും എന്താ പറയുന്നേ, പിന്നെ എന്താ കുപ്പയിൽ നിന്ന് ഉയർത്തി ശ്രേഷ്ഠന്മാരോടുകൂടി ഇരുത്തുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസിയാണ്.
വളരെ വളരെ മക്കളെല്ലാം ശുശ്രൂഷയിലാണ്. നോർത്തിന്റെ പ്രദേശത്ത് 2 ആൺമക്കളുണ്ട്, പെൺമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു അമ്മച്ചിയാണ് ഇന്ന്. പക്ഷെ വളരെ അനുഗ്രഹമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസിയാണ്, ഒരു പ്രവാചകിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്പർ അയച്ചു തന്നിട്ട് പിന്നെ ഇതിനകത്ത് 1-2 പേരുടെ കബോധരൻ, ഗ്ലോറിയ, രവീന്ദ്രൻ ബ്രദർ, ആരുടെയെങ്കിലും ഒക്കെ നമ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ ആരുടെയായാലും നല്ല അല്ല, ടെസ്റ്റ്. കബോധ് ഗ്ലോറിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മീയ പിതാവും മാതാവുമാണ്. പക്ഷെ അവരിപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇത് ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് കാനഡയുടെ പ്രദേശത്ത് പോയിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ, അതും അറേഞ്ച് ചെയ്ത് ഇത് തരാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ചർച്ചിലെ ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ തീർച്ചയായും. വീണദാസ് പാസ്റ്റോട് പുള്ളിക്ക് സമയമില്ലാത്ത, എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് പുള്ളിയുടെ ടെസ്റ്റ് മണി ഒന്ന് എടുക്കണമെന്ന്. ഓക്കെ ഓക്കെ പുള്ളിയോട് ഒന്നിച്ച് പറഞ്ഞു. ഓക്കെ, കർത്താവിൻ്റെ സമയം ആണെങ്കിൽ നമുക്കത് സാധിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ സിസ്റ്റർ, താങ്ക് യു സിസ്റ്റർ. 1-2 ഫോട്ടോ ഇങ്ങോട്ട് ഇട്ടേക്കണേ, നല്ലത് നോക്കി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ലീവ് ചെയ്തു.